السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم انشر علينا رحمتك وأنزل علينا حكمتك يا ذا الجلال والإكرام. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا ومرشدنا وقائدنا سيد الخلق أجمعين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين وعلى آله وصحابته ومن اهتدى بهديه وسلك نهجه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله السميع العليم من الشيطان الرجيم. إلا تنصروه فقد نصره الله. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. صدق الله مولانا العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നത്, അതിന് സമയം ചെലവഴിച്ചത്, നമ്മൾ മറ്റു ജോലികളൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെച്ചത്, ഇങ്ങോട്ട് പുറപ്പെട്ടത്, ഇവിടെ ഇരിക്കുന്നത്, കേൾക്കുന്നത്, പറയുന്നതെല്ലാം അല്ലാഹു സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഇവിടെ പറയപ്പെടുന്ന ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ശരീരങ്ങളിലുള്ള രോഗം അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. മക്കൾക്ക്, ഭാര്യ സന്തതികൾക്ക്, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, എല്ലാവരുടെയും രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വിശേഷിച്ച് ദ്വാരക്കാൻ വേണ്ടി അപേക്ഷിച്ച ആളുകൾ, അവരുടെയൊക്കെ ആശ്രിതർ, രോഗികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ജോലി സംബന്ധമായും ഒക്കെ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരും നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തന്ന് തലസ്ഥാനത്ത് സന്തോഷവും റാഹത്തും നിഅമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹിജ്റയെ സംബന്ധിച്ച് ചില ചർച്ചകൾ നമുക്ക് ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനമായ ഒരു സംഭവമായിരുന്നു ഹിജ്റ. നമ്മൾ ഹിജ്റ വർഷം ആരംഭിച്ചു കഴിഞ്ഞു. വരുന്ന ചൊവ്വ, ബുധൻ ദിവസങ്ങൾ മുഹറം മാസത്തിൻ്റെ 9, 10 ദിവസങ്ങളായിരിക്കും. ഇൻഷാ അല്ലാഹ് സുന്നത്തായി നോമ്പ് നോൽക്കൽ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. നോമ്പനുഷ്ഠിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖളാ ഉള്ള ആളുകൾക്ക് ഖളാ കൂട്ടുകയുമാകും, സുന്നത്തിൻ്റെ കൂലിയും കിട്ടും. എന്തായിരുന്നു ഹിജ്റ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചതിൻ്റെ കൂടെ തന്നെ
ഹിജറ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഉലമാ പറയും. നബി തങ്ങളുടെ ബഅസത്ത് 40-ാമത്തെ വയസ്സിൽ അവിടത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്ത് അങ്ങ് ഈ സമൂഹത്തിന്റെ നബിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഇതാ ഒരു ഹിജറ വരാനുണ്ട് എന്ന് കൂടെ കൊടുത്ത വിഷയമാണെന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹിറാ ഗുഹയിലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയ ആ ചരിത്രം അല്ലേ, ഇഖ്റ വായിക്കുക എന്ന് പറഞ്ഞതും എനിക്കറിയില്ല എന്ന് പറഞ്ഞതും, അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അവതരിച്ചത്, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് പനി ബാധിച്ച് വിറച്ച് ഇറങ്ങി വന്നത് ആരുടെ അടുത്തേക്കാണ്? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. ഖദീജ ബീവിയാണ് അവിടുത്തെ ഭാര്യ റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി നേരെ കൊണ്ടുപോയി കൈപിടിച്ച് ആരുടെ അടുത്തേക്ക്? വറഖ ഇബ്നു നൗഫൽ. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇബ്നു അമ്മി ഖദീജ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകനാണ്, കസിനാണ്. പക്ഷെ ഒരുപാട് പ്രായം ഉണ്ടായിരുന്നു. പ്രായാധിക്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം വേദം പഠിച്ചിരുന്ന ആളാണ്. ബൈബിളും തൽമൂദും ഓൾഡ് ടെസ്റ്റ്മെന്റും ഒക്കെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്ന ആളായിരുന്നു വറഖത്ത് ഇബ്നു നൗഫൽ. അപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണ് അള്ളാഹുവിന്റെ റസൂലിന് സംഭവിച്ചത് എന്നറിയാൻ വിവരമുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ചോദിക്കണ്ടേ? അങ്ങനെ കൊണ്ടുപോയത് ആ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക്. ചോദിച്ചു, എന്തൊക്കെയാ സംഭവിച്ചത്? കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ഗുഹയിൽ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ഇന്ന ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ. വറഖത്ത് ഇബ്നു നൗഫൽ ഉടനെ പിടികിട്ടി. ഇന്നമാ ജാഅക നാമൂസുല്ലദീ ജാഅ മൂസ, മഹാനായ മൂസ നബി അലൈഹിസ്സലാം, ആ നബിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ കിതാബുമായി വന്ന അതേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് പറഞ്ഞു കൊടുത്തു. കാര്യങ്ങളൊക്കെ കണ്ണ് കാണുന്നില്ല, അത്ര കണ്ണ് കാഴ്ച നഷ്ടപ്പെടുമാർ പ്രായാധിക്യത്തിലാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ ദീനുമായി ഇവിടെ ഉറക്കെ പറയാൻ തുടങ്ങിയാൽ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കും. നിങ്ങൾ ഹക്ക് ഉറക്കെ പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കും. അലാ ലൈതി ഇദാ മാ കാന ദാകും ഷഹിദ്തു ഫകുന്തു അവ്വലഹും വുലൂജാ യാ ലൈതനി കുന്തു ജദഅ. നിങ്ങളെ ഈ നാട്ടുകാർ പുറത്താക്കുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കും കേട്ടോ. പ്രായമായിട്ട് കണ്ണു കാണാത്ത അവസ്ഥയിലാണ്, പക്ഷെ ആഗ്രഹം പറഞ്ഞു. അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അവ മുഖ്രിജയ്യ ഖൗമി, എൻ്റെ ജനങ്ങൾ എന്നെ പുറത്താക്കുമോ? പറഞ്ഞു, ഇതുപോലെയുള്ള ദൗത്യവുമായി ആരെല്ലാം ലോകത്തെ അമ്പിയാക്കന്മാരായി വന്നിട്ടുണ്ടോ ഇല്ല ഊദിയ, അവർക്കൊക്കെ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സത്യം പറയുമ്പോൾ. അത് ലോകത്തിന്റെ ഒരു കിടപ്പ് അങ്ങനെയാണ്. സത്യം അങ്ങനെ അങ്ങ് ദഹിക്കുന്ന സംഗതിയല്ല, പെട്ടെന്ന് അങ്ങോട്ട് ജനങ്ങൾ ഏറ്റെടുക്കൂല. കാരണം നമ്മുടെ പ്രകൃതം തിന്മയോട് ഒപ്പം നിൽക്കാനാണ്. ആ തിന്മയോട് നിൽക്കുക, കൂടെ നിൽക്കുക എന്ന ശരീരത്തിന്റെ ഇഷ്ടമാണ്, പക്ഷെ നന്മ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അപ്പൊ അത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആണ്. നാട്ടുകാർ പുറത്താക്കും. വളരെ വേദനയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. തങ്ങൾ നബിയാണെന്ന വിഷയം പോലും തങ്ങൾ ഉറപ്പിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ സംഭവം. തങ്ങളുടെ ബഅസത്തിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുന്നതിന്റെ മുമ്പേ വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു, നിങ്ങൾക്ക് മക്ക വിട്ടു പോകേണ്ടി വരും. അപ്പോ നബിയാകുക എന്നതിന്റെ കൂടെയുള്ള സംഗതിയായിരുന്നു ഹിജറ. പ്രവാചകത്വം പൂർത്തിയാകുന്നത് ഹിജറയോടുകൂടെയാണ്. അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പൂർത്തിയാകുന്നത് ഹിജറയിലൂടെയാണ് എന്നർത്ഥം. അതാണ് പരിശുദ്ധ ഹിജറ. ഹിജറ എന്ന് പറഞ്ഞ വാക്ക് ഹജറ യഹ്ജുറു ഹജറൻ വഹിജറതൻ. ഹജറ ഉപേക്ഷിക്കുക എന്ന വാക്കിൽ നിന്നാണ് ഹിജറ എന്ന് വന്നത്. ഉപേക്ഷിക്കും, മക്ക ഉപേക്ഷിച്ചു പോയി എന്ന് തോന്നിപ്പോകും, പക്ഷെ അതല്ല കേട്ടോ. ഹിജറ പോവുക എന്നതിന് ഹദീസിലും ഖുർആനിലും ചരിത്രത്തിലും വന്ന വാക്ക് ഹാജറ എന്നാണ്.
ഹാജറ മുഹാജിർ, ഹാജർ ചെയ്തവൻ മുഹാജിർ. അങ്ങനെയാണ് ഹാജർ. ഹജറ എന്ന് പറഞ്ഞ ഒരാൾ അബുദാബി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ഒരാൾ പോയാൽ ഹജറ അബൂദബി, അബൂദബി ഉപേക്ഷിച്ചു പോയി. പക്ഷെ അബൂദബിയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ അയാളും അബൂദാബിക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ പോയതാണ്. അപ്പൊ ഹാജറ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വമേധയാ മക്ക ഉപേക്ഷിച്ചു പോയതല്ല. അങ്ങനെയെങ്കിൽ ഹജറ എന്നാ പറയാം, അല്ല ഹാജറയാണ്. തങ്ങൾ മക്ക ഉപേക്ഷിക്കാൻ മറുപക്ഷത്ത് ഒരു കൂട്ടരും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ്. ഖതല എന്ന് പറഞ്ഞാൽ കൊല ചെയ്തു, ഖാതല അങ്ങോട്ടിങ്ങോട്ടും യുദ്ധം ചെയ്തു എന്നാണ്. ഖാതല ഹാജറ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരർത്ഥം വരണം അവിടെ. അപ്പോഴേ ഹാജറ എന്ന് പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ മക്കയിൽ താമസിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കാത്ത വിധം മക്കക്കാർ പ്രയാസപ്പെടുത്തിയത് കൊണ്ട് മക്ക ഉപേക്ഷിച്ചു പോയി. ഒറ്റങ്ങനെ ഉപേക്ഷിച്ചു പോയതല്ല. പക്ഷേ ആ സംഭവത്തിന്റെ മഹത്വം കിട്ടാൻ വേണ്ടി ആ സംഭവത്തിന് പറയുന്ന പേര് ഹിജ്റ എന്നാണ്. മുഹാജറ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ ആ വാക്കിന്റെ സൗകര്യത്തിനാണ് അത് ഹിജ്റ എന്ന് പറയുന്നത്. തങ്ങൾ ഉപേക്ഷിച്ചതല്ല, ഉപേക്ഷിക്കാൻ നിർബന്ധിതമായതാണ്. ആ വാക്കിൽ നിന്ന് ഇത് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടു പോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. യാ മക്ക, അല്ലയോ മക്ക നഗരമേ, മക്ക ലൗലാ അന്ന ഖൗമകി, മക്കയെ നിന്റെ നാട്ടുകാർ അഖ്റജൂനി മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് എന്നെ പുറപ്പെടുവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. മക്കങ്ങനെ പറയാൻ നിൽക്കുമ്പോ ചെറിയ ചെറിയ കുന്നുകളുണ്ട്. ആ കുന്നിൻ പുറത്ത് നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തു പറഞ്ഞു, പടച്ചവനെ അല്ലാഹുവേ ഇന്നി, തീർച്ചയായും ഞാൻ ഖറജ്തു മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ ഫഅദ്ഖിൽനി ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈക. ഭയങ്കര ദുആയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ നിന്നാണ് പടച്ചവനെ ഞാൻ പോകുന്നത്, അതുകൊണ്ട് ഇനി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിലേക്ക് എന്നെ കടത്തണമേ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക ആർക്കിഷ്ടപ്പെട്ടതാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട നാടാ മക്ക. മദീനയോ അല്ലാഹു നബി തങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. യാ അല്ലാഹ്, ദീൻ അങ്ങനെയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എന്നെ എത്തിക്കണം കേട്ടോ പടച്ചോനെ. ഞാൻ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നാണ്. അള്ളാഹുവിന്റെ മെഹബൂബിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് മദീന. യാ അല്ലാഹ്, ഭയങ്കരമാണ്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള പെരുമാറ്റങ്ങളിൽ, പദപ്രയോഗങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും. ഹജ്ജിന് ഉംറക്കൊക്കെ പോയാൽ മദീനത്ത് പോകാതെ തിരിച്ചു പോരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതിന് തൗഫീഖില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. തൗഫീഖില്ല. ചിലർ ചോദിക്കും, മക്കത്ത് 1,00,000 കൂലി, മദീനത്ത് 1000 ഉള്ളൂ, എന്നാ പിന്നെ മക്കത്ത് കൂടിയിട്ട് ആ കൂലിയൊക്കെ ചാക്കിലാക്കി പോന്നാ പോരെ, എന്തിനാ പിന്നെ മദീനത്തേക്ക് പോകുന്നത്? ദിവസങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു എക്സ്ക്യൂസ് പറയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ മരണശേഷം നിങ്ങൾ എന്നെ സിയാറത്ത് ചെയ്താൽ ഞാൻ ജീവിച്ചിരിക്കെ എന്നെ സിയാറത്ത് ചെയ്തതുപോലെയാണ്. ഞാനതറിയും. എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ സലാം പറയണം, നിങ്ങളുടെ സലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതല്ലേ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവിടെ 1000 വെച്ചത് എന്തിനാണെന്ന? അവിടെ 1,00,000 മക്കത്ത് 1000 എല്ലാവരും മദീനത്ത് പോയിരിക്കും. അത് വേണ്ട, നിങ്ങളുടെ ലാഭം നോക്കി ഇങ്ങോട്ട് വരണ്ട. എന്റെ റസൂലിനോട് ഹുബ്ബുണ്ടെങ്കിൽ പോയിക്കോ. അതാ, അവിടെ പോയിട്ട് നിനക്ക് ലാഭം മക്കത്ത് തന്നെയാണ്. പക്ഷെ നിനക്ക് ലാഭമല്ല, ഹബീബിന്റെ ഹുബ്ബ് വേണം, അവിടുത്തെ സുഹബത്ത് വേണോ, മദീനയിൽ പോയിട്ട് സലാം പറഞ്ഞിട്ട് വാ. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അല്ലെങ്കിൽ നേരെ മറിച്ചാക്കി കൂടെ അള്ളാഹു താലാക്ക്. അവിടെ 1,00,000 മദീനത്ത്, മക്കത്ത് 1000 എല്ലാവരും മദീനത്തേക്കല്ലേ പോവുക. ആ റസൂലുള്ളാഹിനെ നോക്കിയിട്ടാണെന്ന് തോന്നൂല. എന്റെ റസൂലിനെ നോക്കിയിട്ട് വേണമെങ്കിൽ നീ പോയിക്കോ, കൂലി ഇവിടെയാണ്. പക്ഷെ അതങ്ങനെയാണ്. ഖുർആൻ ഓതുന്നത് ഏറ്റവും കൂലിയുള്ള കാര്യം ഖുർആനാണ്. എന്നാൽ പിന്നെ നിസ്കാരത്തിന് മുഴുവൻ ഖുർആൻ ഓതാൻ പറയില്ല അല്ലാഹു തആല. റുക്കൂലും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കോളി, സുജൂദിൽ അൽ കഹ്ഫ് കടക്കട്ടെ, അത്തഹിയ്യാത്തിൽ നിങ്ങൾ യാസീൻ ഓതിക്കോളൂ. ഖുർആനല്ല, അല്ല,
അതാണ് ഖുർആന്റെ മഹത്വമുണ്ട്. ദിക്റും വേണം. അതാണ് എപ്പോഴും ഖുർആൻ ഓതാൻ തോന്നൂല. അല്ലെങ്കിൽ ദിക്റും ചൊല്ലണ്ടേ? ദിക്റും ചൊല്ലണം, ഖുർആനും വേണം, എല്ലാ ഫ്ലേവറും വേണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ കൂലി മാത്രം നോക്കിയിട്ടല്ല മക്കയിലേക്ക് മദീനത്തേക്ക് പോകുന്നത്. അത് ഹുബ്ബാണ്. അത് അള്ളാഹു കൽബിലേക്ക് ഇട്ടുകൊടുത്താലേ അത് അവർക്ക് അറിയാൻ പറ്റൂ. ഹൃദയത്തിൽ ഹുബ്ബ് അള്ളാഹു ഇട്ടുകൊടുത്തില്ലെങ്കിൽ അറിയാൻ പറ്റൂല. അതാണ് ആൾക്കാർ ലാഭം നോക്കി പോണ ആൾക്കാരുണ്ട്. അതാണ് ലാഭം. അള്ളാഹു തആല അത്തരക്കാർ അതിനുവേണ്ടി ഒരു ലാഭത്തിന് പോയിക്കോട്ടെ. ഹുബ്ബുള്ളവർ ഹബീബിന്റെ അടുത്തേക്ക് ചെന്നാൽ മതി. ഒരു ഹുബ്ബ് കൊണ്ടുപോയാൽ മതി. ലാഭമൊന്നും അധികം കിട്ടൂല. അവർക്ക് കൂലി വേണമെങ്കിലും മക്കത്ത് വാങ്ങിച്ചു പോയിക്കോട്ടെ. പക്ഷെ ഹുബ്ബ് വേണോ, റസൂലുള്ളാഹിന്റെ സുഹ്ബത്ത് വേണോ, ഒരു മദീനത്തേക്ക് ചെല്ലട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ മദീന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മക്ക. അങ്ങനെയാണ്. എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്നാണ് അള്ളാഹ് ഞാൻ പോകുന്നത്, എന്നെ നീ എത്തിക്കേണ്ടത് നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്കാണ്. അങ്ങനെയാണ് മദീനത്തുൻ നബി, അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെല്ലുന്നത്. ആ യാത്രയാണ് ഹിജ്റ. ചരിത്രത്തിൽ വലിയ വലിയ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് കലണ്ടർ സ്ഥാപിക്കുക. ഇപ്പോ ഇന്ന് 2013 നവംബർ 9 അല്ലേ? 2013 കൊല്ലവും 11 മാസവും 11 മാസം 9 ദിവസവും കഴിഞ്ഞു. എവിടെ മുതൽ? ഒരു സംഭവം വേണം. ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ കലണ്ടർ. ഗ്രിഗോറിയൻ കലണ്ടർ എന്നോ ക്രിസ്ത്യൻ കലണ്ടർ എന്നോ സോളാർ കലണ്ടർ എന്നോ എന്ന് വിളിച്ചാലും എന്ത് 2013? എന്താ 2013 ആയിക്കൂടായിരുന്നോ? എന്താ ഇപ്പൊ 2013? ചിലപ്പോ ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും. എന്താ ഇപ്പൊ 2000 എവിടുന്നാ പോയി കണക്ക് കിട്ടിയത്? അനോ ഡൊമിനി അല്ലെ, ഈസ നബി അലൈഹിസ്സലാം, ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന അള്ളാഹിന്റെ നബിയായിരുന്ന ഈസ നബി അലൈഹിസ്സലാം ജനിച്ചത് മുതൽ ഇന്നത്തേക്ക് 2013 കൊല്ലവും 11 മാസവും 9 ദിവസവും കഴിഞ്ഞു. ഇതാണ് ഇപ്പൊ കണക്ക്. ഈസ നബി അലൈഹിസ്സലാമിന്റെ ജന്മം അതാണ് കലണ്ടറിനെ ആസ്പദമാക്കി ക്രിസ്ത്യാനികൾ സ്ഥാപിച്ചത്. നമ്മളൊക്കെ അതങ്ങനെ പറഞ്ഞു പോരുന്നു അല്ലേ? ഇസ്ലാമിന്റെ കലണ്ടർ ഹിജ്റ കലണ്ടറാണ്. ഹിജ്റ നടക്കുന്നതിന്റെ മുമ്പ് ആമുൽ ഫീൽ, ആനക്കലഹ സംഭവം കലണ്ടറാക്കി അറബികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആനക്കലഹ സംഭവം എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു തആല പക്ഷികൾ ഉപയോഗിച്ച് എറിഞ്ഞോടിച്ച സംഭവം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടാണ് അവനെ പ്രസവിച്ചത്, അല്ലെങ്കിൽ 8 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നത്, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവൻ കല്യാണം കഴിച്ചത്. ഇങ്ങനെയൊക്കെ അറബികൾ പറയുമായിരുന്നു. അതൊരു അത്രയും വലിയ സംഭവമാണ്. അതുകൊണ്ട് ആനക്കലഹ സംഭവം ഒരു കലണ്ടറായി അവർ സ്വീകരിച്ചിരുന്നു. അതിനു മുമ്പും യമനിലെ സൈലുൽ അരിം, അവിടുത്തെ വലിയൊരു കെട്ടുണ്ടായിരുന്നു, വലിയ ഒരു ഡാം. ഇത് ഒരു ശക്തിക്കും പൊളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഡാം അള്ളാഹു തകർത്ത് കളഞ്ഞ ഒരു വലിയ സംഭവം യമനിൽ നടന്നിട്ടുണ്ട്. സൈലുൽ അരിം, ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം എന്ന് പറഞ്ഞ ആ സംഭവം അത് ചരിത്രത്തിലെ ഒരു കലണ്ടറാണ്. വലിയൊരു സംഭവമായിരുന്നു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മുസ്ലിമീങ്ങൾക്ക് കലണ്ടർ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഹിജ്റ കലണ്ടർ ഉപയോഗിച്ചിട്ടില്ല. ഒരു കലണ്ടർ വേണം. സ്വഹാബത്തിനുമായി മശ്വറ നടത്തി എന്ത് ചെയ്യണം, പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ബദർ യുദ്ധമായിക്കോട്ടെ, അല്ലാഹു തആല മുസ്ലിമീങ്ങൾ വളരെ ചെറു സംഘമായിരിക്കെ അവർക്ക് മലക്കുകളെ ഇറക്കിക്കൊടുത്ത് അല്ലാഹു സഹായിച്ച യുദ്ധമല്ലയോ ബദർ. ബദർ ആയിക്കോട്ടെ നമ്മുടെ ഒന്നാമത്തെ കലണ്ടറിന്റെ 1-ാമത്തെ വർഷം 1-ാമത്തെ ദിവസം. പല അഭിപ്രായം. തങ്ങളുടെ ബിഅ്സത്ത് ഹിറാ ഗുഹയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് മുതൽ നമ്മുടെ കലണ്ടർ ആരംഭിക്കാം. പല അഭിപ്രായങ്ങളും സ്വഹാബത്ത് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ആദ്യ ദിവസം. ആ ദിവസം നമ്മുടെ കലണ്ടറാക്കാം. സൂറത്ത് തൗബയിൽ 107-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يريدون أن يتطهروا والله يحب المطهرين.
വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറാ. അവിശ്വാസികൾ അവിശ്വാസം പ്രചരിപ്പിക്കുവാനും ദിറാറൻ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനും വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളെ രണ്ടായി മുറിക്കാൻ വേണ്ടിയും വൈറസാദൽ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് താങ്ങായി നിൽക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളി. ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് ഈ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്ന പള്ളിയെ കുറിച്ച് അവർ പറയും, സത്യം ചെയ്ത് പറയും. ഒരു പള്ളി ഉണ്ടാക്കിയവര് അല്ലാഹുവിന്റെ ഹബീബ് മദീനത്തേക്ക് കടന്നു വന്ന ഉടനെ ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് ഖുബാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖുബാ പള്ളി. എല്ലാ ശനിയാഴ്ചയും അവിടെ നിന്ന് നിസ്കരിക്കാൻ ഖുബായിലേക്ക് നടന്നു പോകാറുണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ പള്ളി മദീനത്തേക്ക് കടന്നു വന്ന ആദ്യത്തെ ദിവസം പള്ളിയുടെ പണിയാണ് തുടങ്ങുന്നത്. ആ പള്ളി ഉണ്ടാക്കിയപ്പം കപടവിശ്വാസികളുണ്ട് അവിടെ, മുനാഫിഖീങ്ങൾ, ഹിപ്പോക്രൈറ്റ്സ്. ഇവരെന്ത് ചെയ്തു? ഇവർക്ക് കൂടി സ്വറ പറയാനൊന്നും ഇപ്പൊ ഇവിടെ പറ്റണില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഇടയിൽ ഫിത്നയും ഫസാദും നടക്കൂല, നമുക്കൊരു പള്ളി വേറെ ഉണ്ടാക്കാം. സുബ്ഹാനല്ലാഹ്. വേറെ ഓഫീസ് ഉണ്ടാക്കണ മാതിരിയല്ലതേ, വേറെ പള്ളി ഉണ്ടാക്കാം. മസ്ജിദൻ ദിറാറൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ, വകുഫ്റൻ അവിശ്വാസം പ്രചരിപ്പിക്കാനും, വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ മനസ്സിനെ കീറി മുറിക്കാനും. ഓരോട് ചോദിച്ചാൽ അവര് സത്യം ചെയ്തു പറയും, ഞങ്ങൾ നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറെ ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഞങ്ങൾ നന്മ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവർ വല്ലാഹി വെച്ച് പറയും. അല്ലാഹു തആല പറയാം, വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. ഇവർ പറയുന്നത് നുണയാണെന്നതിന് അല്ലാഹു സാക്ഷിയാണ്. ലാ തഖും ഫീഹി അബദാ. അങ്ങൊരിക്കലും അവിടെ പോയി നിസ്കരിച്ചേക്കരുത്. അല്ലാഹുവിന്റെ ഓർഡർ. വലിയ തമാശ വെച്ചാൽ അവർ ഉദ്ഘാടനത്തിന് അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയെ കണ്ടാൽ നമ്മൾ വിളിക്കൂല, പാണക്കാട് സയ്യിദന്മാരാരെങ്കിലും വന്നോട്ടെ, പാണക്കാട് തങ്ങന്മാരെ വിളിക്കാം. അള്ളാഹിന്റെ റസൂൽ നബി നിങ്ങൾ ഉദ്ഘാടനത്തിന് വരണമെന്ന്. ഉണ്ടാക്കിയ പള്ളിയോ ഫിത്ന ഉണ്ടാക്കാൻ. അള്ളാഹുവിന്റെ ഓർഡർ വന്നില്ല, തഖും ഫീഹി അബദാ. പള്ളിയൊക്കെ തന്നെ ഞങ്ങൾ പോണ്ട നബിയെ, ഒരിക്കലും പോകരുതെന്ന. അള്ളാഹിന്റെ റസൂലിന് ചവിട്ടാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞ പള്ളി പിന്നെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. ഈ പള്ളി പൊളിച്ചു കളഞ്ഞു, ചരിത്രപ്രകാരം കരിച്ചു കളഞ്ഞു, തീ കൊടുത്തി കളഞ്ഞു. ലക്ഷ്യം മറ്റൊന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം. അവിടെ നമ്മുടെ കണക്ക്. ലമസ്ജിദുൻ ഏതൊരു പള്ളിയാണോ ഉസ്സിസ അല തഖ്വ അല്ലാഹുവിനെ പേടിച്ചും അല്ലാഹുവിനെ ഭയപ്പെട്ടും സ്ഥാപിക്കപ്പെട്ട അടിസ്ഥാനം അല്ലാഹുവിനുള്ള തഖ്വയാണ്. തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ട പള്ളി. അല്ലാഹുവിനെ പാത്തെടുക്കാൻ പടച്ചോനെ പേടിക്കുന്ന ആൾക്കാർ ഇവിടെ വേണം എന്നുദ്ദേശിച്ച് സ്ഥാപിക്കപ്പെട്ട പള്ളി. എവിടെ മുതൽ? മിൻ അവ്വലി യൗമിൻ, ആദ്യ ദിവസം മുതൽ. ഏതാണ് ആദ്യ ദിവസം? മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആദ്യ ദിവസത്തെയാണ് അല്ലാഹു തആല മിൻ അവ്വലി യൗം, ആദ്യ ദിവസം. അതായിക്കോട്ടെ നമ്മുടെ കലണ്ടറിന്റെ ആദ്യം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാ ഹിജ്റ നമ്മുടെ കലണ്ടറായി മാറുന്നത്. സുബ്ഹാനല്ലാഹ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ. ശുദ്ധി വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ആ പള്ളിയിലുണ്ട്. അൻ യതതഹറൂ. നമ്മുടെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ കല്ലുകൊണ്ട് വൃത്തിയാക്കാൻ പറ്റും അല്ലെ? നജസ് വലിച്ചെടുക്കുന്ന വൃത്തിയാക്കാൻ പറ്റുന്ന ഏത് ശുദ്ധിയുള്ള സാധനം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വൃത്തിയാക്കാൻ പറ്റും. അത് നജസ് വലിച്ചെടുക്കുന്നതായിരിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങൾ പറ്റൂലേ, അല്ലാത്തത് കല്ല്, മണ്ണ് പോലെയുള്ള സാധനങ്ങളൊക്കെ ശുദ്ധിയാക്കാൻ പറ്റും. വസ്വാസമുള്ളവർക്ക് ഇത് മനസ്സിലാക്കിയാൽ കുറേ വസ്വാസം ഒഴിവായി കിട്ടും. വെള്ളം കിട്ടിയാൽ വെള്ളം കൊണ്ട്, പക്ഷേ കല്ലുകൊണ്ടും വെള്ളം കൊണ്ടും മനോഹരിക്കുന്ന ആളുകളായിരുന്നു ഖുബാ പള്ളിയിൽ നിസ്കരിച്ചിരുന്ന ആൾക്കാർ. സുബ്ഹാനല്ലാഹ്. വെള്ളത്തിന് ദൗർലഭ്യമുള്ള കാലമാണ്, പക്ഷെ അവര് കല്ലുകൊണ്ട് മനോഹരിക്കും, അത് കഴിഞ്ഞിട്ട് വെള്ളം ഉപയോഗിക്കും. നമ്മൾ വെള്ളം ഉപയോഗിക്കുകയാണ് മതി, ഇത് മാത്രം മതി.
പക്ഷേ കല്ലും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് മനോഹരം ചെയ്തിരുന്ന, ശുദ്ധി വരുത്തിരുന്ന ആളുകൾ ഖുബാ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ഈ ശുദ്ധി വരുത്തുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നബിയേ, ഖുബാ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മതി, മറ്റേ പള്ളിക്ക് പോകരുത് കേട്ടോ. ലാ തഖും ഫീഹി അബദ, നെവർ എവർ. അടുത്തു പോകരുത് ആ പള്ളിയിലേക്ക്. അല്ലാഹുവിന്റെ ആജ്ഞ വന്നു. ആ സംഭവത്തിലാണ് ഹിജ്റയുടെ കാരണങ്ങളായി വന്ന ഈ വാക്കുകൾ. അവ്വലു യൗം, സൂറത്ത് തൗബയിലെ ഈ 107-ാമത്തെ ആയത്ത്. അവ്വലു, ആദ്യത്തെ ദിവസം. ആദ്യ ദിവസം എന്ന് അല്ലാഹു ഒരു കണക്ക് പറഞ്ഞില്ലേ, അതായിക്കോട്ടെ നമ്മുടെ കലണ്ടറിന്റെ ആദ്യ ദിവസം. അങ്ങനെയാണ് മുഹറം. മുഹറം മാസത്തിലല്ല ഹിജ്റ നടന്നത്. ഹിജ്റ നടന്നത് സഫർ, ദുൽഹിജ്ജ കഴിഞ്ഞു, സഫർ മാസത്തിന്റെ അവസാനം റബീഉൽ അവ്വൽ മാസത്തിന്റെ ആദ്യത്തിലുമാണ് ഹിജ്റ പൂർത്തിയാവുന്നത്. പക്ഷേ ഒരു സംഭവത്തെ ആസ്പദമാക്കി കലണ്ടർ തുടങ്ങുമ്പോ കലണ്ടർ ചാക്രികമായി കടന്നു വരുന്നൊരു സംഭവമാണ്. മാസങ്ങൾ 12 മാസങ്ങളായി, വർഷങ്ങളായി കടന്നു പോകേണ്ട സംഗതിയാണ് കാലഗണന നിശ്ചയിക്കുമ്പോൾ. അതുകൊണ്ട് സംഭവം നടന്ന അന്ന് മുതലല്ല കണക്കാക്കുക. ആദ്യത്തെ മാസം മുഹറമല്ലേ, ആ മുഹറം മുതൽ അങ്ങ് കണക്കാക്കി പോരാ. സംഭവം മുഹറത്തിലല്ല ഹിജ്റ നടന്നത്. ഹിജ്റ നടക്കുന്നത് എവിടെയാണ്? സഫറിലും റബീഉൽ അവ്വലിലുമാണ്. പക്ഷേ അതിന് തൊട്ട് മുമ്പത്തെ മുഹറം മുതൽ നമ്മൾ മാസം കണക്കാക്കി. അങ്ങനെയാണ് സ്വഹാബത്ത് തീരുമാനിച്ചത്. അതാണ് നമ്മുടെ ഹിജ്റ കലണ്ടർ. സുബ്ഹാനല്ലാഹ്, വലിയൊരു സംഭവമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷം, ആദ്യത്തെ നുബുവത്ത് കിട്ടി 13 വർഷം ജീവിക്കുന്നത് മക്കയിലാണ്. പിന്നെയുള്ള 10 വർഷമാണ് മദീനയിൽ. ഇപ്പോ ഹദീസ് നമ്മൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ. അവിടുന്ന് എന്ത് പറഞ്ഞോ, എന്ത് ചെയ്തോ, എന്ത് സമ്മതിച്ചുവോ, ഇതൊക്കെ ഹദീസാണ്. എവിടെ മുതൽ? 40-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ. അതാണ് ഹദീസ്. 40 വയസ്സിന്റെ മുമ്പുള്ള സംഭവങ്ങൾ ചരിത്രമാണ്, ഹദീസല്ല. അത് സുന്നത്തല്ല, നബി തങ്ങളുടെ ചരിത്രമാണ്. പക്ഷെ അവിടുത്തെ ചര്യയായി മാറുന്നത് 40 മുതൽ 63 വയസ്സ് വരെയുള്ള അതിനിടക്കുള്ള സംഭവങ്ങളാണ്. ഇതിൽ ആദ്യത്തെ 13 വർഷം മക്കയാണ്. ഈ 13 വർഷത്തെ നിസ്കാരമുണ്ടോ? നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടോ? ഇല്ല. നോമ്പ് നിർബന്ധാക്കിയിട്ടുണ്ടോ? 13 വർഷം ഇല്ല. ഹജ്ജുണ്ടോ? സകാത്തുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഒരേ ഒരു കാര്യം മാത്രമാണ് 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തത്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയിൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയിൻ, നിങ്ങൾ വിജയിക്കും. തൗഹീദ് സ്ഥാപിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 13 കൊല്ലം തൗഹീദാണ്. നിസ്കാരം നിർബന്ധമായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കും. തങ്ങൾക്ക് ആശൂറയുടെ നോമ്പുണ്ടായിരുന്നു. തങ്ങൾ ദുൽഹിജ്ജ മാസത്തിലെ നോമ്പെടുക്കാറുണ്ടായിരുന്നു. തങ്ങൾക്ക് സുന്നത്ത് നോമ്പുകളുണ്ട്, തങ്ങളുടേതായ ഇബാദത്തുകളുണ്ട്. പക്ഷെ ഉമ്മത്തികൾക്ക് ഒരു നിസ്കാരവും നിർബന്ധമായിട്ടില്ല 13 കൊല്ലം. മദീനത്തേക്ക് ചെന്ന ഉടനെയാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. പിറ്റത്തെ വർഷമാണ് നോമ്പ്, പിന്നെയാണ് സകാത്ത്, പിന്നെയാണ് ഹജ്ജ്. സുബ്ഹാനല്ലാഹ്, എല്ലാ ഇസ്ലാം കാര്യങ്ങളും നിർബന്ധമാകുന്നത് ഹിജ്റക്ക് ശേഷമാണ്. അപ്പോ ഹിജ്റ ദീനിൽ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. എല്ലാ അമലുകളും വരുന്നത് സുബ്ഹാനല്ലാഹ് ഹിജ്റക്ക് ശേഷമാണ്. അതിന്റെ മുമ്പ് അമലില്ല. തൗഹീദാണ്, അല്ലാഹുവിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളുണ്ട്. സൂറത്തു തൗബയിലെ തന്നെ 40-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. ഹിജ്റയെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത് തബൂക്ക് യുദ്ധം നടക്കുമ്പോഴാണ്. അന്നും കപടവിശ്വാസികൾക്ക് ലേശം ഒരു മടി. കപടവിശ്വാസികൾക്ക് തബൂക്കിലേക്ക് പോകാൻ ചെറിയൊരു മടി വന്നു. തബൂക്ക് 500-ലേറെ കിലോമീറ്റർ ദൂരം വരുന്ന സ്ഥലമാണ് മദീനയിൽ നിന്ന് തബൂക്കിലേക്ക്.
അതാണെങ്കിലോ ഏറ്റവും ചൂടുള്ള കാലം. മദീനക്കാർ കൃഷിക്കാരാ, മക്കക്കാർക്ക് കൃഷിയില്ല. മക്കക്കാർക്ക് 2 യാത്രകളാ, റിഹ്ലത്ത് ശിതാഇ വസ്വൈഫ്. ശിതായിൽ തണുപ്പ് കാലത്ത് യമനിലേക്കും ചൂടുകാലത്ത് സിറിയയിലേക്കും ഈ യാത്ര പോയാലേ മക്കക്കാർക്ക് ഭക്ഷണം കിട്ടൂ. പക്ഷേ മദീനക്കാർ കൃഷിക്കാരാണ്. അവിടെ ഈത്തപ്പഴം, മുന്തിരിത്തോട്ടങ്ങൾ ഒക്കെ മദീനയിൽ ധാരാളമുള്ള കാലം. കൃഷി വിളവെടുക്കാൻ നേരമായി തുടങ്ങാണ്. അപ്പോഴാണ് തബൂക്കിലേക്കുള്ള പോക്ക്. തബൂക്കിലേക്ക് പോയാൽ 500 കിലോമീറ്റർ നടന്നും ഒട്ടകപ്പുറത്തും എത്തിയിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും മാസം കഴിഞ്ഞെന്ന് വരും. അപ്പോഴേക്കും ഹാർവസ്റ്റിന്റെ സമയം കഴിയും. ഇതിന്റെ ഈ ചലഞ്ചുകളുടെ ഇടയിൽ അള്ളാഹുവിന്റെ ആജ്ഞ വന്നത്, പോണം തബൂക്കിലേക്ക്. ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുക്കും അദാബൻ അലീമ. അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ അല്ലാഹു ശിക്ഷിക്കും. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ചില ആളുകൾ അല്ലാഹു നിങ്ങൾക്ക് പകരം ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ താക്കീത് ചെയ്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു തആല തൊട്ടടുത്ത ആയത്താ പറയുന്നത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. എന്റെ റസൂലിനെ സഹായിക്കാൻ നിങ്ങൾ വരണമെന്നില്ല. നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് സ്വർഗം കിട്ടാനാണ്. എന്റെ റസൂലിനെ ഞാൻ സഹായിച്ചിട്ടുണ്ടല്ലോ. എന്റെ റസൂലിനെ ഞാൻ സഹായിക്കും എന്ന് പറയേണ്ടിടത്ത് അള്ളാഹു മാദിയ പ്രയോഗിച്ചത്, നസ്വറ, സഹായിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തായാലും സഹായിക്കുമല്ലോ. ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ എന്റെ റസൂലിനെ സഹായിക്കാനല്ല തബൂക്കിലേക്ക് വരേണ്ടത്, നിങ്ങൾക്ക് സ്വർഗം കിട്ടാനാണ്. നിങ്ങൾക്ക് സ്വർഗം കിട്ടാനാ. അതിനാണ് അല്ലാഹുവിന്റെ റസൂലിന് സ്വർഗം കൊടുക്കാനാണോ നമ്മുടെ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവിടത്തേക്ക് നിന്റെ റഹ്മത്ത് വർഷിപ്പിച്ചു കൊടുക്ക്. അല്ലാഹു ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹും മലക്കുകളും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റെക്കമെൻഡ് വേണ്ട, നമ്മൾ ചെയ്യുന്നത് നമുക്ക് കൂലി കിട്ടാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റസൂലിനെ സഹായിക്കാൻ നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വന്നോ. ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്റെ റസൂലിന്റെ. 3 എന്ന് അള്ളാഹു പ്രയോഗിച്ചു. ഉലമാ പറയാ 3 സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹ് സഹായിച്ചു എന്നാണ് പറയുന്നത്. എപ്പോഴാണത്? അവിശ്വാസികൾ അവിടത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കിയപ്പോൾ. എവിടെന്ന്? മക്കയിൽ നിന്ന്. തങ്ങൾക്ക് വയസ്സെന്ന് 53. ശേഷിച്ച 10 വർഷം മദീനയിൽ. 63ാമത്തെ വയസ്സിൽ വഫാത്ത്. അതാണ് തങ്ങളുടെ ജീവിതത്തിന്റെ രത്നച്ചുരുക്കം. അവിശ്വാസികൾ നബിയെ പുറത്താക്കിയല്ലോ. അപ്പോൾ അല്ലാഹു നബിയെ സഹായിച്ചിട്ടുണ്ട്. ആ രണ്ടുപേർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഗുഹയിലായിരിക്കുമ്പോഴും അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. പിന്നെ യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സങ്കടപ്പെടരുതേ എന്ന് തന്റെ കൂട്ടുകാരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞപ്പോഴും അല്ലാഹു സഹായിച്ചിട്ടുണ്ട്. 3 എന്തൊക്കെയാണ് ഇവിടെ സഹായിച്ചത്? അവർ പുറത്താക്കിയപ്പോൾ, ഗുഹയിൽ കടന്നപ്പോൾ, സിദ്ദീഖ് എന്നവരോട് നിങ്ങൾ വിഷമിക്കേണ്ട സിദ്ദീഖ്, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും എന്റെ റസൂലിനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അന്നേരം അവരുടെ മേൽ അള്ളാഹു ശാന്തിയും സമാധാനവും ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആരാണത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ, നബി തങ്ങളുടെ മേലല്ല. തങ്ങൾക്ക് പേടി. ആർക്കാണ് സമാധാനം? ഈ ആയത്ത് ഖുർആൻ നഹ്വ് സർഫൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഫഅൻസലല്ലാഹു സകീനതഹു, അല്ലാഹുവിന്റെ സമാധാനം, അലൈഹി, അവരുടെ ആരുടെ മേൽ? സിദ്ദീഖ് എന്നവരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ? പ്രത്യക്ഷത്തൊന്നും നബി തങ്ങളുടെ മേൽ അല്ലാഹു സമാധാനം ഇറക്കി കൊടുത്തു അല്ല.
ഇത് യഖൂലു ലിസ്വാഹിബിഹി, തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വാഹിബ് കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടല്ലേ പറഞ്ഞത്, ലാ തഹ്സൻ, സങ്കടപ്പെടണ്ട. സങ്കടമുള്ളവർക്കല്ലേ സമാധാനം ഇറക്കി കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിന് ബേജാറുണ്ടായിട്ടുണ്ടോ? ഇല്ല, റസൂലുള്ളാഹി തങ്ങൾക്ക് ഒട്ടും ബേജാറുണ്ടായിട്ടില്ല. ബേജാർ അല്പം തോന്നിയതാർക്കാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാ. ചരിത്രം നമുക്ക് പറയാം. ആ നേരത്ത് സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലേക്ക് അള്ളാഹു സമാധാനം ഇറക്കി കൊടുത്തു. നബി തങ്ങളെ അല്ലാഹു സഹായിച്ചു. നിങ്ങൾ കാണാത്ത കണ്ണുകൾ, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൈന്യം ഇറക്കിയിട്ട് എന്റെ റസൂലിനെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഈ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാണാത്ത സൈന്യം, അവിടെ ചെലന്തി വല വീശിയിട്ടുണ്ട്, അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ സൈന്യമാണ്. മാടപ്രാവയുടെ കൂടെ വെച്ച് അടയിരുന്നിട്ടുണ്ട് അവിടെ ശത്രുക്കൾ, അത് കണ്ട് തിരിച്ചു പോയിട്ടുണ്ട്. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവയാ. പക്ഷെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത ചില സഹായം ഞാൻ എൻ്റെ റസൂലിനെ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് 3 സ്ഥലങ്ങളിൽ എന്ന് പരിശുദ്ധ ഖുർആൻ. ശത്രുക്കൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് പുറത്താക്കുകയാണ്. അതാണ് ഹിജറ. ഹാജറ നമ്മൾ പറഞ്ഞു, ഹാജറ എന്ന വാക്കിന്റെ ഉറവിടം. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, അനുയായികൾ മുഴുവനും രക്ഷപ്പെടട്ടെ, എന്നിട്ട് മതി നേതാവ് രക്ഷപ്പെടാൻ എന്ന ഒരു വലിയ മോറൽ, വലിയ ഒരു പാഠം നൽകുന്ന സംഭവമാണ് ഹിജ്റ. സാധാരണ നേതാക്കന്മാരൊക്കെ ആദ്യം തടിപ്പിട്ട് പിന്നെ ബാക്കിയുള്ളവർ കുടുങ്ങാതൊക്കെ എനിക്ക് രക്ഷപ്പെട്ടതല്ല. എല്ലാ സ്വഹാബത്തും മദീനയിലേക്ക് പോയി കഴിഞ്ഞു. എല്ലാവരും പോയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ ബോസം ഫ്രണ്ട്സ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവരാണ്. They stayed in extreme danger. അവർക്ക് എന്തും ചെയ്യാലോ. ആരാ ഉള്ളത്? സ്വഹാബത്ത് കൂടെ ഉണ്ടെങ്കിൽ സ്വഹാബത്തിന്റെ സംരക്ഷണം ഉണ്ടെന്ന് വിചാരിക്കാം. എല്ലാരും പോയില്ലേ? ആരാ ബാക്കിയുള്ളത് മക്കയിൽ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ കസിനായിരുന്ന മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, പിന്നെ സിദ്ദീഖ് എന്നവരുടെ കുടുംബവും, അസ്മ ബീവിയുണ്ട്, ആയിഷ ബീവിയുണ്ട്, ഇവരൊക്കെ കുട്ടികളാണ്. ആരുമില്ല, ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. ആ നേരത്തെ എൻ്റെ റസൂലിനെ ഞാൻ സഹായിച്ചു. അതാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ യുദ്ധത്തിന് വരണമെന്നില്ല, എൻ്റെ റസൂലിനെ സഹായിക്കാൻ ഞാൻ സഹായിക്കും. ആൾബലത്തിലല്ലല്ലോ എന്റെ റസൂലിനെ ഞാൻ അവിടെ സംരക്ഷിച്ചത്. അവിടെ ആരില്ല, ആകെ 3 ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാട് മൊത്തം അവർക്കെതിരെ ഇളകി വന്നാൽ എന്തും ചെയ്തുകൂടെ? ഹബീബായ നബി തങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാൻ അവരുടെ പ്ലാൻ, തങ്ങളെ വധിച്ചു കളയാൻ. 7 ചെറുപ്പക്കാർ വീട് വളഞ്ഞു. അതാണ് ഖുർആൻ വിവരിക്കുന്ന ഭാഗം. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിന്റെ ഒക്കെ മുമ്പ് വലിയൊരു പാഠം നോക്കണം. അല്ലാഹു ഒരുപക്ഷെ ദീനിന് കുഫർ കൊണ്ട് സഹായം കൊടുത്തേക്കുന്ന, കുഫർ കൊണ്ട്, പച്ച കാഫിറിനെ കൊണ്ട് ഇസ്ലാമിന് അള്ളാഹു ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കും. അങ്ങനെ ഉണ്ടാവും. മന്ത്രി കാഫിറ, പക്ഷെ മുസ്ലിമുകൾക്ക് നേട്ടം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു നിയമം അയാൾ പാസ്സാക്കി എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കും. ചരിത്രത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. കാഫിറിനെ കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല എന്തെയും ദീനിന് ഇസ്സത്തുണ്ടാക്കി കൊടുക്കുന്ന പണി അള്ളാഹു ചെയ്യിപ്പിക്കും. ഒരു ഉദാഹരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ് മുസ്ലിം ആയിട്ടുണ്ട് എന്ന് ന്യൂനപക്ഷം ആളുകൾക്ക് അഭിപ്രായം. പക്ഷെ പ്രബലമായ അയിമ്മത്തിന്റെ ജുംഹൂറുൽ ഉലമ, മുഴുവൻ ആളുകൾ എന്ന് പറയത്തക്ക വിധം ജുംഹൂറുൽ ഉലമയുടെ അഭിപ്രായം അബൂ ത്വാലിബ് എന്നവർ മരിച്ചത് കുഫ്രിലാണെന്നാണ്. പക്ഷെ അവർക്ക് നരകത്തിന്റെ ശിക്ഷയിൽ ഇളവുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ച ആളാണ് അബൂ ത്വാലിബ്. പക്ഷേ കുഫ്രിലാണ് മരിച്ചത്, മുസ്ലിമായിട്ടില്ല. പല ആയത്തുകളും അബൂ ത്വാലിബിന്റെ വിഷയത്തിലാണെന്നും മുഫസ്സിരീങ്ങൾ ഏകകണ്ഠേന പറയുന്ന വിഷയങ്ങളുണ്ട്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. നബിയേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമും ഈമാനും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല നബിയെ. അറിയിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ മുസ്ലിമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ആയത്ത് ഇറങ്ങിയത് നസലത് ഫി അമ്മിഹി അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെന്നാണ്. മുസ്ലിമായിട്ടില്ല. അബൂ ത്വാലിബ് എന്നവർ കാഫിറാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദേഹത്ത് തൊടാൻ ശത്രുക്കൾ പേടിച്ചത് അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുന്നു കൊണ്ടാണ്. അബൂ ത്വാലിബ് എന്നവർ കുഫറിലാണ്. പക്ഷേ കാഫിറായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബ് എന്നവരുടെ നഫിയാണ്. അതുകൊണ്ട്
അള്ളാഹുവിന്റെ റസൂലിന് സംരക്ഷണം അല്ലാഹു തആല കൊടുക്കാൻ. ഒരുപക്ഷെ അബൂ ത്വാലിബ് മുസ്ലിമായിരുന്നെങ്കിൽ ഈ സംരക്ഷണം നബി തങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരും. അങ്ങനെയാണ്. പിന്നെ മുസ്ലിമായ പിന്നെ അവരെ ശത്രുവായി പ്രഖ്യാപിക്കൂലേ? അബൂ ത്വാലിബിനെ അവരെ ശത്രുവാക്കിയില്ല. എന്തേ? ഞങ്ങളുടെ നേതാവാണ് അബൂ ത്വാലിബ് എന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ നേതാവ് എന്ത് പറഞ്ഞു ഞങ്ങൾ കേൾക്കും. എന്റെ സഹോദരപുത്രനെ തുടരുതെന്ന് അബൂ ത്വാലിബ് പറഞ്ഞാൽ കേട്ടു. എന്തേ? അബൂ ത്വാലിബ് അവരുടെ മതത്തിലാണ്. അബൂ ത്വാലിബ് മുസ്ലിമായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ മുസ്ലിമീങ്ങളെയും അവരെ ആക്രമിച്ച പോലെ അബൂ ത്വാലിബിനെ നിബിധങ്ങളെയും ആക്രമിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് നോക്കണം. അബൂ ത്വാലിബിന്റെ കുഫറിലായിരിക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിവിടെ അള്ളാഹു ആശ്വാസം കൊടുക്കുകയാണ്. അബൂ ത്വാലിബ് എന്നവർ മരിച്ച വർഷമാണിത്. ആമുൽ ഹുസ്ൻ. വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ ആശ്വാസം കൊടുത്തിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിയാണ് നബി തങ്ങളുടെ ആശ്വാസം. വീട്ടിലെന്ന ഉദയപ്പാർക്ക് ആശ്വാസം കിട്ടാൻ ഭാര്യമാരെ അവരെ കൊണ്ട് ആശ്വാസം കിട്ടണമെന്ന പെരേക്ക് ചെന്ന ആശ്വാസം കിട്ടാതിരിക്കുമ്പോഴേക്ക് ഇറങ്ങി തിരിഞ്ഞ് ഉറങ്ങാൻ നേരത്തെ എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ബഅസത്തിന്റെ ഖുർആൻ ഇറങ്ങി ആദ്യം ഖദീജ ബീവിയല്ലേ പറഞ്ഞത്, വല്ലാഹി ലാ യഖ്സിക അല്ലാഹു അബദാ, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു നിങ്ങളെ കൈവിടില്ല എൻ്റെ ഭർത്താവേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി, അല്ലാഹു നിങ്ങളെ കൈവിടില്ല. ഇന്നക ലതസിലു റഹിം, നിങ്ങൾ കുടുംബത്തെ നോക്കുന്ന ആളല്ലേ, വതഹ്മിലുൽ കല്ല, പ്രയാസങ്ങൾ സഹിക്കുന്ന ആളല്ലേ, വതുഗീസുൽ മൽഹൂഫ്, പ്രയാസപ്പെട്ട ആളുകൾക്ക് സഹായിക്കുന്ന ആളല്ലേ, വതുഈനു അലാ നവാഇബിൽ ഹഖ്, എന്തെങ്കിലും വലിയ വലിയ ഗുരുതരമായ എന്തെങ്കിലും പ്രകൃതി വിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് സഹായഹസ്തവുമായി ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ അല്ലാഹു കൈവിടിയൂല. ആശ്വാസം പറഞ്ഞു കൊടുത്തത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എൻ്റെ സംരക്ഷണമുണ്ടെന്ന് ഖദീജ റളിയല്ലാഹു തആല. അങ്ങനത്തെ ഖദീജ ബീവി വഫാത്തായി പോയ സമയം ഒരേ വർഷത്തിലാണ്. ആമുൽ ഹുസ്ൻ, സങ്കടത്തിന്റെ കാലം എന്നാ തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്ത് സംരക്ഷണം ആരെ കൊണ്ട്? അബൂ ത്വാലിബ്. അവർ മരിച്ചു. വീട്ടിനുള്ളിൽ വന്നാൽ സംരക്ഷണം, ആശ്വാസം കിട്ടിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുപിരിഞ്ഞു. ആ സമയത്താണ് ഞാനൊന്ന് ത്വായിഫിലേക്ക് പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നത്. അവിടെ ഉമ്മയുടെ കുടുംബക്കാര ബനൂ സഖീഫുകാർ, ഹിജ്റയുടെ തൊട്ടു മുമ്പുള്ള സംഭവങ്ങളാണ്. ബനൂ സഖീഫുകാർ എൻ്റെ ഉമ്മാന്റെ കുടുംബക്കാരാണ്. അതുകൊണ്ട് ഉമ്മാന്റെ നാട്ടുകാരെടുത്ത് ചെന്നു നോക്കാം, ഉമ്മയുടെ കുടുംബക്കാരെ എങ്ങാനും എന്നെ സഹായിച്ചെങ്കിലും. എന്തിനായി സഹായം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇത് പറയാൻ ഇത്രേ ആവശ്യമുള്ളൂ, ഒന്നും അവർ തരണ്ട. അങ്ങനെ ത്വായിഫിലേക്ക് ചെന്നപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം the bitterest day of my life എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കൈപ്പേറിയ ദിവസം, കല്ലെറിഞ്ഞോടിച്ചത്. നമ്മൾ ആ ചരിത്രങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ഒരാളെ കല്ലെറിയ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ മുഖ്യമന്ത്രി കയറിട്ടെന്നൊക്കെ പറഞ്ഞ പോലെ അതൊന്നുമല്ല, അതിലും വലിയ സംഭവം ഒരു ഹാഷിമി എറിയാന്ന് പറഞ്ഞാൽ. അന്ന് പല കുടുംബങ്ങളുണ്ട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഗിഫാരി കുടുംബത്തിൽപ്പെട്ട ഒരാളല്ല അല്ലാഹുവിന്റെ റസൂൽ. ഗിഫാരി കുടുംബം കൊള്ളക്കാരായിരുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു he was a burglar. അദ്ദേഹം വഴി തടഞ്ഞു വെച്ച് കൊള്ളടിച്ചിരുന്ന ആളായിരുന്നു ഇസ്ലാമിന്റെ മുമ്പ്. പക്ഷെ മുസ്ലിമായി വഹസുന ഇസ്ലാമു, സ്വഹാബിയായി മഹാനായ മനുഷ്യനായി മാറി. പക്ഷെ അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് നല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനമുള്ള കുടുംബത്തിലെ ആളല്ലേ. തറവാടത്ത് ആ നബിക്ക് കല്ലെറിഞ്ഞോടിച്ചപ്പോഴുണ്ടായ വേദന. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉഹദ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചതാ നബിയെ, ഉഹദിനേക്കാളും വേദനയുള്ള ഒരു ദിവസം അങ്ങേക്ക് കഴിഞ്ഞു പോയിട്ട് ഉണ്ട് ഖദീജ. ആയിഷ, ഞാൻ ത്വായിഫിലേക്ക് പോയ നേരത്ത് എന്നെ കല്ലെറിഞ്ഞോടിച്ചത്. ഭയങ്കര വിഷമമാണ്. നിങ്ങൾ വലിയ ഉഷാറിൽ ഇങ്ങനെ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നാട്ടിൽ ചെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വന്ന് കയറ്, എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കി. ഒന്നുമില്ല, കുടുംബക്കാരെ നാട്ടുകാർ അസ്സലാമു അലൈക്കും എന്താ കുഞ്ഞോനെ വർത്താനെന്ന് ചോദിച്ച് കൈ തരേണ്ട സമയത്ത് അടിയും വേറുമാണ്. എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിൽ കാണി. അപ്പോഴാണ് അല്ലാഹുമ്മ ഇലൈക അശ്കൂ ബസ്സി വഹുസ്നി, എൻ്റെ സങ്കടം നിന്നെ ബോധിപ്പിക്കുകയാണ് അല്ലാഹ്. ഖില്ലത ഹീലതി വഹവാനി അലന്നാസ്, ഞാൻ നിസ്സാരനായി പോയല്ലോ പടച്ചോനെ, ഞാൻ ജനങ്ങളുടെ നിസ്സാരന. ഹവാനി അലന്നാസ് ഖില്ലത ഹീലതി, എനിക്ക് ഒരു കുതന്ത്രവും ഇവിടെ പറ്റാനില്ല പടച്ചോനെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. യാ അല്ലാഹ് ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല അല്ലാഹ്. ഹബീബായ തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയണം, അള്ളാഹു കോപിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അള്ളാഹ് നീ കോപിച്ചത് കൊണ്ടല്ലെങ്കിൽ
ഞാനിത് സഹിച്ചോളാം പടച്ചോനെ. ലക്കൽ ഉത്ബ ഹത്താ തർള, ഞാൻ എന്ത് പ്രയാസപ്പെട്ടാലും നിനക്കാണ് സർവസ്തുതിയും പടച്ചോനെ. ലക്കൽ ഉത്ബ ഹത്താ തർള. പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് പറയാൻ കഴിയാതെ വരും. ആ നേരത്ത് പറഞ്ഞു റസൂലുള്ളാഹി, ലക്കൽ ഉത്ബ, മതിവരോളമുള്ള സർവ്വ പുകഴ്ത്തലും സർവമാന സ്തുതികളും നിനക്കാണ് പടച്ചോനെ. ഹത്താ തർള. അങ്ങനെ കഴിഞ്ഞു വന്നപ്പോഴാണ് ഒരൊറ്റാളെ കിട്ടിയുള്ളൂ ഇസ്ലാമിലേക്ക്. അദ്ദാസ് എന്ന് പറയുന്ന ഇറാഖുകാരനായിരുന്ന, നീനവക്കാരനായിരുന്ന ഒരു വേലക്കാരൻ അടിമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേദനിച്ചുകൊണ്ടിരിക്കുക, കാലിൽ ചോര വന്നിരിക്കുമ്പോഴാണ് ഒരു മുന്തിരി, ഒരു ഗ്രേപ്പ് ബഞ്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ടുകൊടുക്കുന്നു. അപ്പോൾ റബിയ കൊണ്ടുകൊടുത്തതാ. തറവാട്ടുകാരാ, ബന്ധുക്കളാ, ഒന്നുമില്ല, പാവല്ലേ, കുടുംബക്കാരനല്ലേ എന്ന് വിചാരിച്ച് ഇത് കൊണ്ടുകൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പേര്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദാസ്. ഇത് ആര് തന്നതാ? ഇതെനിക്ക് അനുവദനീയമാണോ? നിങ്ങൾ ജോലിക്കാരനാണ്, പക്ഷേ മുതലാളിന്റെ സാധനം മുതലാളിയുടെ സമ്മതമല്ലാതെ ജോലിക്കാരൻ എടുത്തരാൻ പറ്റൂലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ സ്ഥലത്തിലോ പെന്നും കടലാസും പെൻസിലൊക്കെ യഥേഷ്ടം, അതൊക്കെ എൻ്റെ തന്നെ, എങ്ങനെ കൊടുക്കും? അവിടെ നിന്ന് ചോദിച്ചു. അദ്ദാസ് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ആരും ചോദിക്കാറില്ലല്ലോ. അങ്ങനെ കാര്യം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി അയച്ചെന്നതാണ്. ശരി, നമുക്ക് ആ ഒരു വിഷമുള്ള സമയത്ത് പോലും തങ്ങൾ ചോദിക്കേണ്ടത് ഹലാലാണോ അല്ലേ. എന്നിട്ട് ആ മുന്തിരി കഴിച്ചപ്പോൾ ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ അദ്ദാസ് ചോദിച്ചു, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നാട്ടുകാരും പറയാറില്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ വാക്ക്. പറഞ്ഞു, അന നബിയുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദാസിനെ. അദ്ദാസിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ നീനവക്കാരനാണ്. ഇറാഖിലെ നീനവ, ഇന്നും പ്രസിദ്ധമായ നഗരമാണ് നീനവ. ഓ, നീനവക്കാരനാണോ? യൂനുസ് ഇബ്ൻ മത്തായുടെ നാട്ടുകാരനാണോ? യൂനുസ് നബിയുടെ നാട്ടുകാരനാണോ? യൂനുസ് നബിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നഹ്നു ഇഖ്വാൻ, ഞങ്ങൾ പ്രവാചക ശൃംഖലയിലെ സഹോദരന്മാരാണ്. അതെ, എനിക്ക് പറഞ്ഞുതരൂ നിങ്ങളുടെ ദീൻ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാർ മുഴുവനും അട്ടിയോടിച്ചപ്പോൾ ഒരാൾ മുസ്ലിമായി കിട്ടി. അങ്ങനെ തിരിച്ചു വരുന്ന മക്കായിലേക്ക് കടന്നു വരുമ്പോഴാണ് മസ്ജിദുൽ ജിന്ന് നിൽക്കുന്ന ഇന്നത്തെ ആ സ്ഥലത്താണ് ഒരു കൂട്ടം ജിന്നുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ നിസ്കാരം കേട്ട് ഇസ്ലാമിലേക്ക് ഒരു കൂട്ടം ശൈത്താന്മാർ, പിശാചുക്കളായ ജിന്നുകൾ മുസ്ലിമായി വന്ന സന്ദർഭം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്ന് പോലും അവതരിക്കുന്ന ഈ സന്ദർഭത്തിലാണ്. നബിയെ, മനുഷ്യന്മാർ അങ്ങ് പറഞ്ഞത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഇതാ എന്റെ ജിന്ന് സമൂഹം നിങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ വഅന്നഹു തആലാ ജദ്ദു റബ്ബിനാ മത്തഖദ സാഹിബതൻ വലാ വലദാ. സൂറത്തുൽ ജിന്ന് അവതരിക്കുകയാണ്. ഒരു കൂട്ടം ജിന്നുകൾ അവിടുത്തെ പരിശുദ്ധമായ സന്ദേശം സ്വീകരിച്ച ഭാഗം ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ത്വായിഫിൽ നിന്ന് ആ വിഷമിച്ചന് വന്നപ്പോഴാണ് ഇസ്രാഉം മിഅ്റാജും. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അല്ലെ. നാട്ടിൽ പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ഉമ്മ ഒറ്റക്കാണ്, പിന്നെ ഉമ്മാൻ അങ്ങോട്ട് കൊണ്ടുവരാം, കുറച്ച് ദിവസം ഇവിടെ നിന്ന് ഉമ്മാൻ ഒന്ന് ആശ്വസിച്ച് പോയിക്കോട്ടെ എന്ന് മക്കൾ തീരുമാനിക്കുന്ന പോലെ. നമുക്ക് പരിചയമുള്ളൊരു ഉദാഹരണം, ഉമ്മ ഒറ്റക്കായി പോയി, വാപ്പ മരിച്ചു, ഉമ്മാക്ക് സങ്കടമുണ്ട, ഒറ്റക്കാവുമ്പോൾ കൊണ്ട് പോന്നോട്ടെ, ഹബീബെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോന്നേക്കില്ലെന്ന് അല്ലാഹു വിളിച്ചു കൊണ്ടുപോയി. ഹബീബിനെ കൊണ്ടുപോയി. ഇസ്രാഉം മിഅ്റാജും ത്വായിഫിന്റെ തൊട്ടുടനെ. ഇസ്രാഉൽ മിഅ്റാജിന്റെ അന്നാ നിസ്കാരം നിർബന്ധമാകുന്നത്. പക്ഷെ മക്കയിൽ നിസ്കാരം നടപ്പായില്ല. അല്ലാഹു തആല ആ ഫർള് നിസ്കാരങ്ങൾ നടപ്പാക്കി കൊടുക്കുന്നത് മദീനയിലേക്ക് എത്തിയതിന് ശേഷമാണ്. ഇസ്രാഉൽ മിഅ്റാജ് കഴിഞ്ഞു വന്നു, ഉടനെയാണ് ഹിജ്റ ഉണ്ടാകുന്നത്. മദീനത്തേക്ക് പോയിക്കോളി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് പോകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബുൽ ബിലാദി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണേ അല്ലാഹ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. എത്ര പേരാ പോകുന്നത്? 250 ആളുകൾ. അത്രേ ഉള്ളൂ, 250 ആളുകൾ. 250 ആളുകളാണ് ഹിജ്റ പോകുന്നത്. അല്ലാഹുവിന്റെ വലിയൊരു ഹിക്മത്ത് നോക്കണം. സ്വഹാബത്തിനോട് എങ്ങോട്ട് പോകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, മദീനത്തേക്ക് പോയിക്കോളിനെന്ന്. അതിന്റെ തൊട്ട് മുമ്പ് ഒരു ഹിജ്റ നടന്നിട്ടുണ്ട് എത്യോപ്യയിലേക്ക്, ഹബഷയിലേക്ക്. 80ഓളം വരുന്ന സ്വഹാബികൾ യാത്ര പോയ എത്യോപ്യയിലേക്കുള്ള യാത്ര. മക്കയിലെ ആദ്യകാലത്ത് നടന്ന ആദ്യത്തെ ഹിജ്റ അതാണ്. രണ്ടാമത്തെ ഹിജ്റയാണ് മദീനയിലേക്ക്. സംഭവം നിങ്ങൾക്കറിയാം.
സ്വഹാബത്ത് വിഷമിച്ചിരുന്ന സമയം ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കില്ല നബിയെ, പുറത്തിറങ്ങാൻ വയ്യ, എറിയുകയാണ് ആളുകൾ, ആക്രമിക്കുകയാണ് നബിയെ, ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ലല്ലോ. തങ്ങളിങ്ങനെ ആലോചിക്കുക, എവിടെ പറഞ്ഞയക്കും എൻ്റെ സ്വഹാബത്തിനെ, എവിടെ പറഞ്ഞയക്കും? അങ്ങനെ പറഞ്ഞയച്ച് അല്ലാഹുവിന്റെ റസൂൽ ആലോചിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജസീറത്തുൽ അറബിൽ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ എവിടെ പറഞ്ഞയച്ചാലും ഖുറൈശികൾ അവരെ തിരിച്ചു കൊണ്ടുവരും. കാരണം അന്ന് യമാമ, ഇന്നത്തെ റിയാദ്, തിഹാമ, യമൻ, ഇവിടൊക്കെ അറബികളാണ്. ഷാമിന്റെ ബോർഡർ വരെ അറബികളാണ്, അറബി ഗോത്രങ്ങളാണ്. ഇവരൊക്കെ ഖുറൈശികളുടെ കീഴെയാണ്. ഖുറൈശികളാണ് യാത്രക്കാരെന്ന് പറഞ്ഞാൽ തൊടൂല അവരെ. കാരണം ഖുറൈശികൾ മക്കയുടെ ആളുകളാണ്, അവരാണ് കഅബയുടെ ആളുകൾ. കാരണം ഈ അറബികൾക്കൊക്കെ ഒരിക്കലെങ്കിലും കഅബയിലേക്ക് ഹജ്ജിന് പോകേണ്ടി വരും. അവിടെ ചെന്നാൽ ഖുറൈശികൾ പകരം വീട്ടും. അതുകൊണ്ട് ഖുറൈശികൾ ആരും തൊടൂല, നല്ല ബഹുമാനമാണ്. അവിടുത്തെ അനുയായികളെ എങ്ങോട്ട് പറഞ്ഞേക്കണം? ജസീറത്തുൽ അറബ് മുഴുവൻ നോക്കി. എന്റെ അനുയായികൾ പോയാൽ അവരെ ഖുറൈശികൾ പിടിച്ചുകൊണ്ടുവന്ന് രണ്ടാമത് അവരെ പ്രോസിക്യൂട്ട് ചെയ്യും, അവരെ ആക്രമിക്കും, അവരെ ശിക്ഷിക്കും. അതുകൊണ്ട് ജസീറത്തുൽ അറബിലേക്ക് പോകണ്ട. ജസീറത്തുൽ അറബിന്റെ പുറത്ത് ഏത് രാജ്യങ്ങളുണ്ട്? പേർഷ്യയുണ്ട്, റോമുണ്ട്. റോമിലേക്ക് പറഞ്ഞേക്കണോ? പേർഷ്യയിലേക്ക്? പേർഷ്യക്കാർ അബദത്തുൽ ഔസാൻ, അവർ തീന ആരാധിക്കുന്ന ആളുകൾ, അവര് വേണ്ട. എന്നാൽ പിന്നെ റോമക്കാർ അക്രമികളായ ഭരണാധികാരികളാണ്. എങ്കിൽ റോമക്കാർ വിശ്വസിക്കുന്നത് തൗറാത്തിലാണ്, ഇഞ്ചീലിലുമാണ്, ബൈബിളിൽ വിശ്വസിക്കുന്നവരാണ്. ബൈബിളിൽ വിശ്വസിക്കുന്ന മറ്റേതെങ്കിലും രാജ്യക്കാരുണ്ടോ? എന്റെ അനുയായികൾക്ക് സുരക്ഷിതത്വം കിട്ടണം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബശ എന്നത് ദാറുൽ അംൻ, സുരക്ഷിതത്വത്തിന്റെ വീടായിരുന്നു. പക്ഷെ മദീന ദാറുൽ ഈമാനാണിപ്പോൾ, ദാറുൽ അംൻ. അങ്ങനെ നോക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ വഹ്യാ, തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിച്ച് നോക്കാൻ? ഇല്ല, വഹ്യാണ്. അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എത്യോപ്യയിലേക്ക് പറഞ്ഞേ, അവിടെ ഒരു രാജാവുണ്ട്, നിങ്ങൾ ഹബ്ശയിലേക്ക് പോയിക്കോളൂ, എത്യോപ്യയിലേക്ക് പോയിക്കോളൂ. അവിടെ ഒരു രാജാവ്, അയാളുടെ അടുത്ത് ആരും ആക്രമിക്കപ്പെടൂല. തങ്ങൾക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഖുറൈശികൾ കെട്ടുകണക്കിന് സാധനങ്ങൾ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കും രാജാവിന് ബ്രൈബ് ചെയ്യാൻ. എന്ത് ബ്രൈബ് ചെയ്യാൻ? എന്താ പറയാ, നമ്മൾ പറയല് കൈക്കൂലി കൊടുക്കാൻ. കൈക്കൂലി കൊടുത്തിട്ട് എന്റെ അനുയായികൾ അവർ തിരിച്ചു കൊണ്ടുവരും. കൈക്കൂലി കൊടുത്താൽ സ്വീകരിക്കാത്ത രാജാവാകണം എന്റെ അനുയായികൾ പോകുന്നിടത്തുള്ളത്. അത് അവിടെ ആരും ആക്രമിക്കപ്പെടൂല. അങ്ങനെയാ സ്വഹാബത്തിനോട് എത്യോപ്യയിലേക്ക് പോയിക്കോളിനെന്ന് പറഞ്ഞത്. ഇവര് കൈക്കൂലി കൊണ്ടുപോയില്ലേ, പക്ഷെ രാജാവ് സ്വീകരിച്ചില്ലല്ലോ. ആ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അന്ന് സുരക്ഷിതത്വമാ തങ്ങൾ ആലോചിച്ചത്. ദാറുൽ അംൻ. മദീന ഇപ്പോൾ ദാറുൽ ഈമാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഔസ് ഖസറജ് ഗോത്രത്തിലെ 80ഓളം ആളുകൾ മദീനത്ത് നിന്ന് മക്കയിലേക്ക് വരിക. നബിയെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നത്? ഞങ്ങളുടെ കൂടെ മദീനത്തേക്ക് പോന്നേക്കിൻ. യാ അല്ലാഹ്, അതും വലിയൊരു അത്ഭുതമാണ്. കുഫർ കൊണ്ട് അള്ളാഹു ഇസ്ലാമിനെ സഹായിച്ചതാണ് ഇവിടെ. എങ്ങനെയാണത്? മദീനയിലെ ജൂതന്മാർ 3 കബീലയാണ്, 3 ഗോത്രങ്ങളാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ. ബനു നദീർ, ബനു ഖുറൈള, ബനു ഖൈനുഖാ. ഇത് 3ഉം ജിവിഷ് ജൂത ഗോത്രങ്ങളാണ്. ഇവര് വന്നത് എവിടെന്നാ? സിറിയയിൽ നിന്ന് വന്നവരാണ്. മദീനത്ത് വന്ന് താമസിക്കുന്ന ജൂതന്മാർ എന്തിനു വന്നവരാണ്? അവരുടെ വേദത്തിൽ അവർ പഠിച്ചിട്ടുണ്ട്, ഇതാ ഒരു അന്ത്യ റസൂൽ വരാൻ നേരമായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ റസൂലിൽ വരുന്ന നാട് മദീനയാണ്. ആ റസൂലിനെ ഞങ്ങൾക്ക് മദീനയിൽ വെച്ച് സ്വീകരിക്കണം. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു. അവര് മദീനക്കാരായ അറബികളോട്, ഔസ് ഖസ്റജ് 2 ഗോത്രങ്ങളാണ്, ഔസുകാരും ഖസ്റജുകാരും. ഇവരോട് പറയും ജൂതന്മാർ, ഞങ്ങളോട് കളിക്കണ്ട കേട്ടോ, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു നബി വരാൻ പോകുന്നുണ്ട്. ആ നബി വന്നാൽ അർത്ഥ പോലെ ഞങ്ങൾ അറുക്കുന്നു. ജൂതന്മാർ പറയാറുണ്ടായിരുന്നു, എങ്ങനെ? ഞങ്ങൾക്കൊരു നബി വരാനുണ്ട്, ആ നബിന്റെ കൂടെ ഞങ്ങൾ കൂടിയാൽ ഞങ്ങൾക്ക് അല്ലാഹു ശക്തി തരും, അതുകൊണ്ട് ഞങ്ങളെ തൊടണ്ട. ഇവർ വന്നുകൂടിയ ആൾക്കാരാണ്, മദീനക്കാരാണ് ഔസ് ഖസറജുകാർ. ഈ അറബികളോട് ഇവരെ എപ്പോഴും ഇങ്ങനെ പറയും ഈ ജൂതന്മാർ. അപ്പോഴാ കേൾക്കുന്നത്, മദീനയിൽ മക്കയിൽ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കുറിച്ച് ഇവർ കേട്ടു. സുബ്ഹാനല്ലാഹ്, ജൂതന്മാരുടെ കുഫ്റ് കൊണ്ട് ബനു ഔസ് ഖസറജ് ഗോത്രങ്ങൾക്ക് അല്ലാഹു ഈമാൻ കൊടുക്കുകയാണ് ഇവിടെ. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭയങ്കര സംഭവങ്ങളാണ്. ഈ
അപ്പൊ അവര് പറഞ്ഞു, ഈ ജൂതന്മാര് നമ്മളോട് പറയാറില്ലേ നബിനെ കുറിച്ച്, ആ നബിയാണ് ഈ വന്നത്. ജൂതന്മാർ ആ നബിക്ക് കൈ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പോയിട്ട് കൈ കൊടുക്കാം, ആ നബിയെ നമുക്ക് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അടക്കമുള്ള സംഘം മക്കയിലേക്ക് പോകുന്നത്. അതാണ് അഖബ ഉടമ്പടി. അഖബയിൽ ചെന്ന് അവർ ഹജ്ജിന് വന്നതാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നബിയെ നിങ്ങളെ സ്വകാര്യമായിട്ട് ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ കാണാം. അങ്ങനെ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അന്ന് അബ്ബാസ് എന്നവർ മുസ്ലിം ആയിട്ടില്ല, അവരുടെ കൂടെ ചെന്ന് നബി ഞങ്ങൾക്ക് ബൈഅത്ത് ചെയ്തു, ഞങ്ങളുടെ നാട്ടിലേക്ക് പോര് നബിയെ, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാം. കലിമ ചൊല്ലി മുസ്ലിമായി 80 ആളുകൾ മദീനയിലേക്ക് പോയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വീകരിക്കാൻ അല്ലാഹു സെറ്റപ്പുകൾ തയ്യാറാക്കുകയാണ് എന്നർത്ഥം. എത്യോപ്യയിലേക്ക് പോകുമ്പോൾ എത്യോപ്യ ദാറു അം, സേഫ്റ്റി മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ടുള്ളൂ. മദീനയിലേക്ക് പോകുമ്പോൾ ദാറുൽ ഈമാൻ, മദീന ഫെയ്ത്ത്, ഈമാനിന്റെ നാടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മദീനയിലേക്ക് പോകുന്നത്. അവിടെ മുസ്ലിമീങ്ങൾ കാത്തിരിക്കുക അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, തങ്ങൾ പുറപ്പെടുന്ന സമയം നമ്മൾ അവിടെയായിരുന്നു. പുറപ്പെടാനിരിക്കുകയാണ്, വീട്ടിൽ കടന്നുറങ്ങാണ്. അപ്പോഴാണ് ഖുറൈശികളുടെ ഒരു പ്ലാൻ, അവരുടെ ഒരു കുതന്ത്രം നടക്കുന്നത്. 7 ഗോത്രത്തിലെ ഓരോരോ ചെറുപ്പക്കാർ ഒരുമിച്ച് തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചാടി ഒറ്റക്കങ്ങ് വെട്ടി കൊലപ്പെടുത്തിയാൽ ആരാ കൊന്നത് എന്ന് ആർക്കും അറിയില്ലല്ലോ. പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ 7 ഗോത്രങ്ങൾക്ക് ഏറ്റെടുക്കാം, നബി തങ്ങളെ വധിക്കാം എന്നവർ പ്ലാൻ ചെയ്തു. ഖുർആൻ ഇടപെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا. അവിശ്വാസികൾ എൻ്റെ റസൂലിനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ, മക്കയിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ അവിടെ നിന്ന് ഉറങ്ങിക്കിടക്കാൻ, വാള് പിടിച്ച് വീട് ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല അൻസല അലൈഹിമുൻ നുആസ്, ഒരു ഉറക്കം. അവരുറങ്ങിപ്പോയി. ഇങ്ങനെയുണ്ടോ ഉറങ്ങിപ്പോകുന്നത്? രാത്രി വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടോ ഉറങ്ങിപ്പോകുന്നത്? ഉറങ്ങാതെ നടക്കുന്ന ഉറങ്ങാൻ നല്ല ഒരു സീരിയസ്നെസ് തോന്നൂലേ? ഞാൻ ജീവൻ കൊണ്ടുള്ള കളിയാണ്, ഉറങ്ങൂലല്ലോ. ഇവർക്കൊരു ദൗത്യം കൊടുത്ത ചെറുപ്പക്കാരെ ഇവരുറങ്ങിപ്പോയി. നേരം വെളുക്കാറായപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് വഹി വന്നു, നബിയെ അങ്ങയെ വധിക്കാൻ പ്ലാൻ ചെയ്ത ആളുകൾ നിൽപ്പുണ്ട് പുറത്ത്. ഒരു കാര്യം ചെയ്യണം, ഹഫ്നതം മിനത് തുറാബ്, അങ്ങയുടെ ആയുധം മറ്റൊന്നുമല്ല, ഒരു പിടി മണൽ അങ്ങ് എടുത്തേക്കണം, കയ്യിൽ ഓതിയേക്കണം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് നബിയേ. യാ അല്ലാഹ്, ആ ഭാഗം ഇങ്ങനെ ഓതിയിട്ട് ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവരുടെ കണ്ണുകളെ നാം മൂടി വെച്ചിരിക്കുന്നു, അവർക്ക് കാണാൻ കഴിയില്ല. അതുവരെ ഓതിയിട്ട് ഈ മണലിലേക്ക് ഊതിയിട്ട് അങ്ങോട്ട് എറിഞ്ഞേക്കണം നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിൽ തുറന്നു, എറിഞ്ഞത് പരമാർത്ഥം സർവ്വ ആളുകളുടെയും കണ്ണിൽ മണലായി. ഇതാണ് അല്ലാഹു പറയുന്നത്. എറിഞ്ഞാൽ മുമ്പിലുള്ള ആളുടെ കണ്ണിലല്ലേ ആവുള്ളൂ, സർവ്വാളുടെ ചുറ്റുമുള്ള ആളുടെ കണ്ണുകളിൽ മണലായി. അവർ വിചാരിച്ചൊരു സാൻഡ് സ്റ്റോം നടക്കുന്നുണ്ട്, ഒരു മണൽക്കാറ്റ് നടന്നിട്ടുണ്ട് എന്ന്. കണ്ണിങ്ങനെ തിരുമ്മിങ്ങ നിൽക്കുന്ന സമയത്താണ് വാതിലിലൂടെ കൂളായിട്ട് ഇറങ്ങുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ നബിയെ അവർ കൊലപ്പെടുത്താൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ സഹായിച്ചു. എങ്ങനെ? കാണാൻ പോലും കിട്ടിയില്ല എന്റെ റസൂലിനെ അവർക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹു ചെയ്ത പണിയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹു റമാ, അന്ന് എറിഞ്ഞ നേരത്തെ നബിയെ നിങ്ങളല്ല എറിഞ്ഞത്, അല്ലാഹുവാണ് എറിഞ്ഞത്. അല്ലാഹ്, അത് ഭയങ്കരമാണ്. കാരണം തങ്ങളുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രവർത്തനം കൊണ്ട് അത് നടക്കൂല. അല്ലാഹുവിന്റെ സഹായമാണ്, മുഅ്ജിസത്തായിരുന്നു അത്. അവിടെ അല്ലാഹു സഹായിച്ചു. പിന്നെയോ ഇദാ ഖറജഹുൽ ലദീന കഫറു സാനിയ ഇസ്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ആ ഗുഹയിലായിരുന്നപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഗുഹയിൽ കയറിയപ്പോ ഞാൻ സഹായിച്ചു. എന്താ സഹായിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടപ്പോ ഇവിടെ മറ്റൊരു കാര്യം പഠിക്കാനുണ്ട് മുഅ്മിനീങ്ങളെ. മറ്റൊരു വിഷയം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ രക്ഷപ്പെട്ടു എന്ന് ഖുറൈശികൾ അറിഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കര അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. അബൂജഹലിന്റെ തലേന്ന് അത് വന്നത്. അബൂജഹല പറഞ്ഞത് ഈ പ്ലാൻ, കൊല ചെയ്യേണ്ട പ്ലാൻ. ഇവിടെ നമ്മൾക്കൊരു വലിയ പാഠം പഠിക്കാറുണ്ട് മുഅ്മിനീങ്ങൾ. അബൂജഹലിന്റെ എത്തിക്സ് എങ്കിലും മുസ്ലിമീങ്ങൾ പാലിക്കണം എന്ന് ഉലമാ പറയും.
അബൂജഹലിന്റെ ചില മാന്യതകൾ. അബൂജഹലിനെ അങ്ങോട്ട് കളിയാക്കിയില്ലേ ഖുറൈശികൾ. അബൂജഹൽ എന്തിനു പറ്റി? ഒറ്റയ്ക്ക് ആ നബിയും ഒരേ ഒരു കൂട്ടുകാരനും മാത്രം ബാക്കിയായിട്ട് നിങ്ങളെ കൊണ്ട് കൊല്ലാൻ പറ്റിയിട്ടില്ല. ഇനി ഒന്നും മിണ്ടാതിരിക്കും. കണ്ടല്ലോ, ഇലക്ഷനിലൊക്കെ വല്ല വീമ്പിളക്കിയിട്ട് അവസാനം ആകെ അമ്പി തോറ്റാൽ പിന്നെ അത് മുമ്പിൽ നടന്ന ആളെയൊക്കെ എല്ലാവരും ചീത്ത വരാൻ അല്ലേ. അബൂജഹലിനെ കളിയാക്കാൻ തുടങ്ങി. അബൂജഹൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടിയില്ല. കിട്ടിയെങ്കിൽ നമ്മൾ കൊന്നേനെ. ആളെ കിട്ടണ്ടേന്ന് ചോദിച്ചു അബൂജഹൽ. എന്തുകൊണ്ട് കിട്ടിയില്ല? അവിടെ ഉറങ്ങിക്കിടക്കുമ്പോ ആ വീട്ടിലേക്ക് ചവിട്ടിക്കടന്ന് കയറിയിട്ട് പുതപ്പെടുത്തിട്ട് വധിച്ചൂടായിരുന്നോ? അറബികൾ ചോദിച്ചു. അപ്പ അബൂജഹൽ കൊടുത്തൊരു മറുപടി നമ്മളൊക്കെ ചെവി തുറന്ന് കേൾക്കണം. മുമ്പിനെ അറബ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലേക്ക് ചവിട്ടി തുറന്ന് കടന്നിട്ട് മുഹമ്മദ് നബിയെ കൊല്ലണം, ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് എന്നെ പറ്റി പിന്നെ അറബികൾ ചരിത്രം പിന്നെ എന്നെ പറ്റി പറയണം. ഹതക അംറു ഇബ്നു ഹിഷാം ഹുർമത ബൈതി മുഹമ്മദിൻ വറവഅ ബനാതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ പവിത്രത അബൂജഹൽ തകർത്തുവെന്നും മുഹമ്മദ് നബിയുടെ വീട്ടിൽ കയറി അവിടുത്തെ പെൺമക്കളെ ഞാൻ പേടിപ്പിച്ചെന്നും എന്നെ പറ്റി ചരിത്രം പറയണല്ലേ, ഞാനത് ചെയ്യൂല. യാ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൊടിയ ശത്രുവായി പറയണത്. ഈ ഒരു മാന്യത ചില മുസ്ലിമീങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവന്റെ അഭിമാനം പിച്ചിച്ചീന്നല്ല, മറ്റുള്ളവന്റെ സ്വകാര്യതയിലേക്ക് നീ കടന്നു ചെല്ലില്ല. അള്ളാന്റെ റസൂലിനെ പറ്റി അബൂജഹൽ പറഞ്ഞ വാക്കാത് അറബ്, എന്നെ പറ്റി അറബികൾ പറയണല്ലേ. ഹതക അംറു ഇബ്നു ഹിഷാമിൻ ഹുർമത ബൈതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറവഅ ബനാതി. മുഹമ്മദ് നബിയുടെ വീടിന്റെ ഹുർമത്ത് ഞാൻ പിച്ചു ചീന്തിയെന്നും മുഹമ്മദ് നബിയുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ഞാൻ പേടിപ്പിച്ചു എന്ന് എന്നെ പറ്റി പറയണല്ലേ. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞാനത് ചെയ്യൂല. അബൂജഹൽ, യാ അല്ലാഹ്, എത്ര ശത്രുക്കളാണ്. ശത്രുതയിൽ പോലും മാന്യത ഉണ്ടായിരുന്നു. ഇതൊക്കെ അറബികളിൽ നിന്ന് പഠിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മൾ ചോദിച്ചാൽ അറബികളൊക്കെ ഉഷാറാണ്. ഒട്ടും ഉഷാറല്ല. നമ്മൾ ഉഷാറാണെങ്കിൽ നമ്മളടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂല പറഞ്ഞയക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് സ്വഹാബത്തായി അള്ളാഹു തിരഞ്ഞെടുത്തത് അറബികളെയാണ്. അവരിൽ ഒരുപാട് നന്മകളുണ്ട്, ഭയങ്കരമാണ്. മഹാനായ അബുൽ ഹസൻ അലി അൽ ഹസനി അൽ നദ്വി സാഹിബൊക്കെ എന്തുകൊണ്ട് മക്കക്കാരെ അള്ളാഹു മദീനക്കാരെ ഹബീബായ തങ്ങളുടെ അപ്പോസ്തലന്മാരായി ആയിരിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തു? അതിൻ്റെ ചില കാരണം മുതവല്ലി ശഅറാവി തങ്ങൾ അവരുടെ സീറത്തുൻ നബിയിൽ വിവരിക്കുന്നുണ്ട്. ഭയങ്കര അത്ഭുതമാണ്, അവരുടെ ക്യാരക്ടർ അത്ഭുതമാണ്. ഇരിക്കട്ടെ, അങ്ങനെ രക്ഷപ്പെടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് രക്ഷപ്പെടുകയാണ്. ആ പോകുന്ന പോക്കിൽ അവർ യുദ്ധം ഇനാം പ്രഖ്യാപിച്ചു. 100 ഒട്ടകം കിട്ടും. എന്താണ് 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് 100 ട്രക്ക് വാഗ്ദാനം ചെയ്യുന്ന പോലെയാണ്. അന്നത്തെ ട്രക്കല്ലേ ഒട്ടകം എന്നൊക്കെ പറയണത്. 20, 24, 30, 40 ടയറുള്ള ട്രക്കാണെന്ന് വിചാരിച്ചേക്കുന്ന ഒട്ടകം. അന്നത്തെ ട്രക്ക് അതാണ്. 100 കിട്ടുന്നു. എവിടെ അതൊക്കെ പാർക്ക് ചെയ്യാൻ നമ്മൾ ആലോചിക്കുക അപ്പോ അല്ലേ? സുബ്ഹാനല്ലാഹ്, 100 തരാം. ചെമന്ന ഒട്ടകം അങ്ങനെ ചരിത്രത്തിലുണ്ട്. അതൊക്കെ വെരി റയർ കേസുകളാണ്, വളരെ അപൂർവം കിട്ടുന്ന ഇനങ്ങളാണ്. 100 തരാം. പോയില്ലേ? അള്ളാഹു തന്നെ അടുത്ത് സഹായിച്ചത് എവിടെയാണ്? ഗുഹയിൽ കയറിയപ്പോൾ. എന്താണ് ആ സഹായം? ചലന്തി വലയൊന്നല്ല വിഷയം. മാടപ്രാവ് ഇരുന്നതോ ചലന്തു അതൊക്കെ നമ്മൾ കാണുന്ന സാധനങ്ങളാ. അള്ളാഹു മറ്റൊരു നിലക്കോടെ ഹബീബിനെ സഹായിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുറപ്പെട്ടപ്പോൾ ഖുറൈശികൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരാളെ കൂടെ കൂട്ടി. അയാളുടെ പേര് ഖറസ് ഇബ്നു അൽഖമ അൽ ഖുസാഇ എന്നായിരുന്നു. ഖറസ് ഇബ്നു അൽഖമ അൽ ഖുസാഇ. ഇയാളുടെ പണി ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ മനസ്സിലാകും ഈ ഒട്ടകം നാട്ടും പുറത്തുനിന്ന് വന്നതാണോ അല്ല ടൗണിൽ നിന്ന് വന്നതാണോ, ഇത് ഏത് ഇനത്തിൽപ്പെട്ട ഒട്ടകമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരാളെയും പിടിച്ചിട്ടാ ഖുറൈശികൾ വന്നത്. കൂട്ടത്തിൽ അബൂജഹലുണ്ട്, ആ കൂട്ടത്തിൽ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ട്. അന്നവർ മുസ്ലിമല്ല, സുറാഖ് എന്നവർ കൂടെയുണ്ട്. ഒട്ടകത്തിന്റെ ഇതങ്ങ് നോക്കുമ്പോൾ അബൂജഹൽ ചോദിച്ചു, അല്ല മദീന നോർത്താണല്ലോ, നമ്മളെന്താ സൗത്തിലേക്ക് പോകുന്നത്? മദീന വടക്ക് ഭാഗമാണ് മക്കയിൽ നിന്ന്. പക്ഷെ ഗാറ് സൗറിൽ 3 ദിവസം താമസിക്കാൻ പോവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡയറക്റ്റ് നോർത്തിലേക്ക് പോകേണ്ട തങ്ങൾ പോകുന്നത് എങ്ങോട്ടാ? സൗത്തിലേക്കാണ്. ഇതൊരു ഭയങ്കര അത്ഭുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾക്കറിയാം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ.
റസൂലുള്ളാഹി തങ്ങൾ സാക്ഷ്യം വഹിക്കും, അഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്ന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ നബി തങ്ങൾക്കറിയാം എന്നെ അല്ലാഹു സംരക്ഷിക്കും, എന്റെ ദൗത്യമേൽപ്പിച്ചത് അല്ലാഹുവാണ്, ഈ ഇസ്ലാം പൂർത്തിയാക്കാൻ എന്നെ റബ്ബ് എന്നെ സഹായിക്കുമെന്നറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ we should do our duty. തങ്ങൾ അല്ലാഹു നിശ്ചയിച്ച അസ്ബാബുകൾ സ്വീകരിക്കുകയാണ്, കാര്യകാരണങ്ങളിലൂടെ അല്ലാഹു കാര്യങ്ങൾ നടത്തുന്നത് എന്ന് വിചാരിച്ച് ഓപ്പണായിട്ട് നടന്നതാണോ? എന്നെ പിടിച്ചോളെ ഞാൻ പോവാണെന്ന് പറഞ്ഞ് തങ്ങൾക്ക് പോകാം. അങ്ങനെ ചെയ്തതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ തങ്ങളാ പറഞ്ഞത്, ഉറക്കെ പറഞ്ഞു പോകുന്ന നേരത്തെ, ആർക്കെങ്കിലും സ്വന്തം ഭാര്യമാരെ വിധവകളാക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ, സ്വന്തം കുട്ടികൾക്ക് വാപ്പ വേണ്ട എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ കൂടെ പോന്നോ, ഞാൻ പോവാണ് മദീനത്തേക്ക്. ഇത് പറഞ്ഞ ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു. ബാക്കി എല്ലാവരും ഒറ്റക്കൊറ്റക്കാ പോയത്. ഉമർ തങ്ങൾ ഉറക്കണ് പറഞ്ഞു, കുട്ടിക്ക് വാപ്പ വേണ്ടെന്നും പെണ്ണുങ്ങൾക്ക് ഭർത്താവ് വേണ്ടെന്നും പൂതിയുള്ളവര് എന്റെ കൂടെ പോന്നേക്ക്, ഞാൻ ഈ മലയുടെ ബാക്കിലൂടെ പോണത്, എന്റെ കൂടെ പോരെന്ന് പറഞ്ഞു. ഞാൻ പോവാണ് മദീനത്തേക്ക്. സ്വഹാബത്ത് പറയാ, തങ്ങൾ ഭീരുവായത് കൊണ്ടാണോ തങ്ങൾ ഇങ്ങനെ പോയത്? അല്ല, ധൈര്യവാനായ ആളുകൾക്ക് ഇനി ഒരു മാതൃക വേണ്ട. പക്ഷേ സ്വഹാബത്തിൽ പാവപ്പെട്ട ആളുകളുണ്ട്, ഇവർക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹു തറവാടുള്ള മഹാനാണ്, ധൈര്യമുള്ള ആളാണ്. പക്ഷേ ധൈര്യമില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് മാതൃക വേണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കാം. മറ്റവർക്ക് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം, മാതൃക കാണിച്ചു കൊടുക്കണ്ടേ റസൂലുള്ളാഹ്? ബഹുഭൂരിപക്ഷം ആളുകൾ ദുർബലരാണ്, അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തേക്കിൻ. അതുകൊണ്ട് സ്വകാര്യമായി പോകുന്നതിൽ ഒട്ടും പ്രയാസം തോന്നണ്ട, ഞാൻ അങ്ങനെയാണ് പോകുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പിടികൊടുക്കരുത്. ശത്രുക്കൾ അന്വേഷിച്ച് വരുമ്പോൾ മദീനയുടെ ഡയറക്ഷൻ നോക്കിയാൽ നോർത്തിലേക്കാണ് പോവുക, പക്ഷേ നേരെ സൗത്തിലേക്കാണ് യാത്ര പോയത്. അപ്പൊ അബൂജഹൽ ചോദിച്ചു, അല്ല മദീന നോർത്തല്ലേ, നിങ്ങൾ എന്താ സൗത്തിലേക്ക് കൊണ്ടുപോകണത്? ഖറസ് ബിൻ അൽഖമയോട് ചോദിച്ചു. ആൾ കാഫിറാണ്. ആൾ പറഞ്ഞു, ഐ നോ മൈ ആർട്സ്, എന്നെ പഠിപ്പിക്കേണ്ട. അബൂജഹൽ നല്ലൊരു സുഖമുള്ള വർത്താനം പറഞ്ഞു കൊടുത്തു. യു ക്യാൻ ട്രാക്ക് ദ ബേർഡ്സ് സ്മെല്ലിംഗ് ദ എയർ, വായു ഇങ്ങനെ മണത്ത് നോക്കിയാൽ പക്ഷി പോയത് കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന സുഖമല്ല. മുമ്പരൊന്ന് സൂചിപ്പിച്ചു. അദ്ദേഹമാ കൊണ്ടുപോണത്, കാരണം അദ്ദേഹത്തിന് അറിയാൻ പോയ വഴി ഇതാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാൽപ്പാട് കണ്ടിട്ട് ഖറസ് ബിൻ അൽഖമ പറഞ്ഞു, ഇത് സിദ്ദീഖ് തങ്ങളുടെ കാലാണ്. കാലിങ്ങനെ കാണുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ കാല് കാണുന്നില്ല. ഇവിടെ മറ്റൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തെ ഈ വിഷയത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കുടുംബത്തിന് ഡ്യൂട്ടി കൊടുത്തു. അസ്മാ ബീവിക്ക് കാറ്ററിംഗ്. അസ്മാ ബീവിയോട് പറഞ്ഞു, അസ്മാ ബീവി, ഭക്ഷണം കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. 3 ദിവസം ഞങ്ങൾ ഉണ്ടാകും സൗറിന്റെ ഉള്ളിൽ, അവിടത്തേക്ക് ആരും കാണാതെ റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരണം. അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ കാറ്ററിംഗ് സർവീസ് ഏറ്റെടുത്തു. അസ്മാ ബീവി. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ, അവർക്ക് ഡ്യൂട്ടി കൊടുത്തു. ഞങ്ങൾ പോകുന്ന വഴിക്ക് എങ്ങാനും വല്ല അപകടങ്ങൾ ഉണ്ടെങ്കിൽ മക്കയിലുള്ള ന്യൂസ് എനിക്ക് എത്തിച്ചു തരണം കേട്ടോ. ഇതിന് ഈ ഡ്യൂട്ടി ഉണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്. സിദ്ദീഖ് തങ്ങളുടെ ഒരു മൗലയുണ്ട്, ആമിർ എന്ന ഒരു അടിമയുണ്ട്. ആ അടിമക്ക് ഡ്യൂട്ടി കൊടുത്തു, കഴിയുമെങ്കിൽ ഞങ്ങളുടെ കാൽപ്പാടുകളൊക്കെ മായ്ച്ചു കളയണം കേട്ടോ. എല്ലാവർക്കും ഡ്യൂട്ടി കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു തആല. കുടുംബത്തെ ഇറക്കുക അല്ലാഹുവിന്റെ റസൂൽ. സിദ്ദീഖ് തങ്ങൾ നടക്കുകയാണ് മുമ്പിൽ. ചിലപ്പോൾ അങ്ങ് തോന്നും ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടാവും, നബി ഞങ്ങൾ മുമ്പിൽ നിൽക്കും, ഞാൻ ബാക്കിൽ വരാം. കുന്നിങ്ങനെ ഇറങ്ങുമ്പോൾ സിദ്ദീഖ് തങ്ങൾ മുമ്പിൽ നിൽക്കും, താഴെ ശത്രുക്കൾ ഉണ്ടാവുന്നു. ചിലപ്പോൾ വലതു ഭാഗത്ത് മൈമന, ചിലപ്പോൾ മൈസറ, ഇടതു ഭാഗം, ഇവിടൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശത്രുക്കളുടെ കാല് കണ്ടപ്പോ നബിയെ അവരെ കണ്ടാൽ താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. ഇത് പേടിച്ചത് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചല്ല. സിദ്ദീഖ് എന്നവർക്ക് പേടിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നബി തങ്ങളുടെ കൂടെ ഇറങ്ങൂലല്ലോ. സിദ്ദീഖ് തങ്ങൾക്ക് പേടി എന്താ? അല്ലാഹുവിന്റെ റസൂലിനെ അവർ ആക്രമിച്ചേക്കുമല്ലോ. ഇവിടെ മറ്റൊരു പാഠം ഉലമാ പറയുന്നത്, പകരം നിൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ബാക്കിയുള്ളവർ പകരം നിൽക്കണമെന്നാണ്. ഒരു വലിയ ആലിമുണ്ടെന്ന് വിചാരിക്കുക, ആ ആലിമിന് നമുക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മരിച്ചുപോയാൽ എന്താ, പകരം വേറെ ആൾക്കാരില്ലേ? പക്ഷേ ഒരു വലിയൊരു പണ്ഡിതൻ മരിച്ചുപോയാൽ സമൂഹത്തിന്റെ സന്മാർഗം നഷ്ടപ്പെടും. അവര് ജീവിച്ചിരിക്കണം. ഞാൻ മരിച്ചാൽ എന്താ? ശ്രദ്ധിക്കുന്ന ചിന്തിക്കുന്ന അങ്ങനെയാ. ഇവിടെ ദഅവത്ത് നിന്നുപോകും. അല്ലാഹുവിന്റെ റസൂലിന് ആപത്ത് പറ്റിയാൽ അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അതിനാ ശ്രദ്ധിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനത്തെ യാത്രയിൽ കാൽപ്പാട് നോക്കിയിട്ട് വരികയാണ് ഖറസ് ബിൻ അൽഖമയും ഖുറൈശി സംഘവും. അബൂജഹൽ ഹിംസൽഫ് ആ സംഘത്തിലുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് വരികയാണ്.
വന്ന് സൗർ ഗുഹയുടെ മുമ്പിലെത്തി. ഈ കാല് ശുദ്ധീകരിക്കുന്നവരുടെ കാല, ഇത് നബിയുടെ കാലായിരിക്കും. ഖറസ് പറഞ്ഞു കൊടുക്കുക. തൊട്ട് മുമ്പിൽ ഗുഹയാണ്. അള്ളാഹു സഹായിച്ച രംഗം ഉലമാവ് പഠിപ്പിച്ചു തരാം. എന്താണ് രംഗം? കാൽപ്പാട് കണ്ടു. ഖറസ് പറഞ്ഞു, രണ്ട് ചാൻസുകളെ ഇവിടെ ഉള്ളൂ. ഒന്നുകിൽ ഇവിടുന്ന് നേരെ ആകാശത്തേക്ക് ഇവരെ ഉയർത്തിയിരിക്കണം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഭൂമിയിലേക്ക് താഴ്ന്നു പോയിരിക്കണം. വേറെ ഒരു സാധ്യത ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്ന് എനിക്ക് പറയാനറിയില്ല. ഇത് ചെയ്യിപ്പിച്ചത് അല്ലാഹുവാണ്. ഏത് കുഞ്ഞിനും തിരിയിലെ റൂം വരെ, ഡോർ വരെ കാൽപ്പാട് കാണുന്നുണ്ട്. എന്നാ പിന്നെ ആള് റൂമിലുണ്ടാവുന്നല്ലേ വിചാരിക്കുക. അത് തോന്നിപ്പിച്ചില്ല അല്ലാഹു തആല. ഇവിടെയാണ് നിങ്ങൾ കാണാത്ത സൈന്യത്തെ ഞാൻ ഇറക്കിയിട്ടുണ്ടെന്ന് അല്ലാഹു അത് തോന്നിപ്പിച്ചില്ല. അല്ലാഹു അല്ലേ ബ്രെയിനിന്റെ കൺട്രോൾ, അല്ലാഹു അല്ലേ തലച്ചോറിന്റെ കൺട്രോൾ. അവർക്ക് തോന്നിപ്പിച്ചില്ല. എത്ര സിമ്പിളാ. ഇതുവരെ ഗുഹന്റെ മുമ്പിൽ വരെ കാൽപ്പാടുണ്ട്. ഇവിടുന്ന് ആകാശത്തേക്ക് പൊങ്ങുകയോ ഭൂമിയിലേക്ക് താഴുകയോ ചെയ്തിരിക്കണം. എനിക്ക് വേറൊന്നും പറഞ്ഞുതരാൻ കഴിയില്ല. ഇതിന്റെ ഉള്ളിലുണ്ടാവും, ഒന്ന് നോക്കല്ലേ എന്ന് അവർക്ക് തോന്നിപ്പിച്ചില്ല അല്ലാഹു തആല. ഇതാണ് ഇദ്ഹുമാ ഫിൽ ഗാർ. അവർ ഗുഹയിൽ കടന്നപ്പോൾ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. തോന്നിയില്ല അതല്ലേ. മാറാൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ പക്ഷിയുണ്ട്, അത് വലിയ അത്ഭുതമാണ്. ചലന്തിയെ കൊണ്ട് വല നെയ്തു അല്ലേ. നൗഹനൽ ബുയൂതില ബൈതുൽ അൻകബൂത്. ദുർബലമായ വീട് ചലന്തിയുടെ വീടാണെന്നാണ്. നമ്മൾ വിചാരിച്ചു എൻ്റെ വീട് ഇത്ര വലിയ മോശമായിട്ടാണെന്ന്. അത് മാത്രമല്ലെന്നാണ്. ചലന്തി പ്രായമാകുമ്പോൾ ആണിനെ പെണ്ണ് കൊല്ലുന്നുണ്ടെന്നാണ്. പരസ്പരം യുദ്ധം ചെയ്ത് ഒറ്റൊരാൾ മരിക്കുന്നൊരവസ്ഥ ചലന്തികളുടെ കുടുംബത്തിലുണ്ടെന്ന് ഇന്ന് പഠനം നടത്തിയിരിക്കുകയാണ്. ഇന്ന ഔഹനൽ ബുയൂത്, കെട്ടിടം എന്നല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് എങ്ങനെ പറയാം. വീട് എന്ന് പറഞ്ഞത് എന്താ? കെട്ടിടമല്ല, വീട്ടിനുള്ളിൽ ജീവിക്കുന്ന ആളുകളാ. ചലന്തികളുടെ വീട്ടിനുള്ളിൽ സംഘർഷം ഉണ്ടാകാറുണ്ട്. അവരിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്ന അവസ്ഥയുണ്ട്. ഇത്രയും ദുർബലമായൊരു കുടുംബ ജീവിതം ഒരു ജീവികൾക്കുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, അതൊക്കെ വലിയ പാഠമാണ്. പിന്നെ അത് മാറാല പോലത്തെ വീടാണ് അതിൻ്റെ. ഒക്കെ ആയിക്കോട്ടെ, അവരുടെ കുടുംബ ജീവിതം തകരുന്ന ഒരു സ്വഭാവം ചലന്തികൾക്കുണ്ടെന്നാണ്. ഇതൊക്കെ ഉലമാ രേഖപ്പെടുത്തിയിരിക്കുക. അല്ലാഹ് ആ ചലന്തിയെ കൊണ്ട് അല്ലാഹു ബലവിരിച്ചു അല്ലേ. മാടപ്രാവ് ആ ആളുകളെ കാണുമ്പോൾ ഓടുന്ന സാധനമായി. കാട്ടിൽ കാണുന്ന പ്രാവ്, നമ്മുടെ നാടൻ പ്രാവ് അങ്ങനെ ഓടിക്കോണമെന്നില്ല, വണ്ടിയൊക്കെ അടുത്തേക്ക് വരുമ്പോഴേ ഓടുള്ളൂ. പക്ഷേ കാട്ടുപ്രാവുകൾ അങ്ങനെയല്ല, ആളെ കണ്ടാൽ. പക്ഷേ അത് പോയിട്ടില്ല, അവിടെ മുട്ട വിരിച്ചിരിക്കുകയാണ്. എന്നാലും ഒന്ന് തോന്നിക്കൂടെ, ഈ റൂമിന്റെ മുമ്പിൽ വരെ കാൽപ്പാട് കാണുന്നുണ്ട്, ഉള്ളിലുണ്ട്, ഒന്ന് നോക്കാലോ. സുബ്ഹാനല്ലാഹ്. ഇനി നോക്കണം, അല്ലാഹു പറയുന്നത് ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അവിടുത്തെ കൂട്ടുകാരൻ സാഹിബ്. യാ അല്ലാഹ്, സാഹിബ് എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവനെന്നാണ്. സഹിബ, കൂടെ നിന്നു. അങ്ങനെ ഒരു വിളി അല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ മഹത്വമാണ്. ലിസ്സാഹിബിഹി, നബിയുടെ കൂട്ടുകാരനോട്. വലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മതി ലത്തഖദ്തു അബാ ബക്രിൻ ഖലീല വലാകിൻ ഖുല്ലത്തുൽ ഇസ്ലാം. എനിക്കൊരു ഖലീൽ, എന്റെ അല്ലാഹു അല്ലാതെ ഒരു ഏറ്റവും ഉറ്റ കൂട്ടുകാരനെ ഞാൻ എന്റെ സ്വഹാബത്തിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നേനെ. പക്ഷേ മുഅ്മിനീങ്ങളൊക്കെ സഹോദരന്മാരാണ്, ഇസ്ലാമിന്റെ സാഹോദര്യം. അല്ലെങ്കിൽ ഞാൻ ഖലീലാക്കാൻ ഉദ്ദേശിച്ചേനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ആ ത്യാഗം! ഗുഹയിൽ കടന്നിട്ട് എല്ലാം ആദ്യം ചെക്ക് ചെയ്യല്ലേ ഗുഹയുടെ ഉള്ളു. എനിക്കെന്ത് പറ്റിയോട്ടെ കുഴപ്പമില്ല, റസൂലൊന്നും പറ്റരുത് സ്വല്ലല്ലാഹു. അപ്പോഴാണ് ഇഖ്ബാലിന്റെ കവിതൊക്കെ പർവാന കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഭൂൽ ബസ് സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കാ റസൂൽ ബസ്. കുല്ലിയാത്തിൽ ഇഖ്ബാലിന്റെ വചനങ്ങളാണ്. പർവാന കോ ചിറാഗ് ഹേ, പറവകൾ വിളക്കിന്റെ അടുത്തേക്ക് പാറിച്ചല്ല. ബുൽബുൽ കോ ഭൂൽ ബസ്, ബുൽബുൽ പക്ഷികൾക്ക് വേണ്ടത് പൂക്കളാണ്, തേന്നുകരാൻ. സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കാ റസൂൽ ബസ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷിക്ക്, ബുൽബുൽ പക്ഷിക്ക് പുഷ്പം പോലെ, മറ്റു പ്രാണികൾക്ക് വിളക്കിനെ പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖുദാ കാ റസൂൽ ബസ്. സിദ്ദീഖ് തങ്ങൾക്ക് റസൂലുള്ളാഹി. ഈ ഒരു സ്നേഹമാണ് ഹിജ്റ, ഈ ത്യാഗമാണ് ഇത് പഠിപ്പിക്കുന്നത്.
സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും പല ആളുകളും അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. സ്നേഹം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞതുപോലെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ, അതാണ് സ്നേഹം. അതിനപ്പുറത്തുമുണ്ട് സ്നേഹം. അതിനപ്പുറത്തുള്ള സ്നേഹമായി സ്വഹാബത്ത് കാണിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്തല്ലേ ഇത്. എന്റെ റസൂലിനൊന്നും പറ്റിയേക്കരുത്, എന്റെ ഹബീബിനൊന്നും പറ്റിയേക്കരുത്. അങ്ങനെ ദംശനമേറ്റപ്പോഴാണ് കരയാൻ കണ്ണുനീർ വരുന്നുണ്ട്, തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അല്ലേ. അപ്പോഴാണ് കണ്ണുനീർ വരുന്നത്. കണ്ണുനീർ നിൽക്കുന്നില്ല, അങ്ങ് ഉറ്റിപ്പോയി. തങ്ങൾ ചോദിച്ചു, കരയാണോ ശ്രദ്ധിക്കുന്നവരെ? നബിയുടെ കാലിന് എന്തോ കുത്തുന്നുണ്ട്. ആ മാളത്തെ ഒരു മാളത്തെ ഒരു ഹോള് അടക്കാൻ ഒന്നും കിട്ടിയില്ല. അപ്പൊ തള്ളവിരൽ വെച്ചു, കാലിന്റെ തള്ളവിരൽ, അവിടേക്ക് പാമ്പ് കൊത്തിയതാണ്. അത് കണ്ടു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലിൽ അവിടുത്തെ ഉമിനീർ തടവി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഇൻസ്റ്റന്റ്ലി, പിന്നീട് മരുന്നിന്റെ ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശത്രുക്കൾ ഗുഹയുടെ മുമ്പിലേക്ക് വരുന്നത്. ഇനി പറയുന്ന രംഗം, അള്ളാഹു സഹായിച്ച മൂന്നാമത്തെ രംഗം, തന്റെ കൂട്ടുകാരനോട് പേടിക്കല്ലേ, നിങ്ങൾ സങ്കടപ്പെടല്ലേ, അള്ളാഹു നമ്മളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ നേരത്തും അള്ളാഹു നബിയെ സഹായിച്ചു. എന്തായിരുന്നു ആ സഹായം? ഖുറൈശികൾ ഇങ്ങനെ വരികയാണ്, ഒരാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി വന്നു. ഗുഹയുടെ മുഖത്തേക്കാ മൂത്രമൊഴിക്കാൻ വന്നത്. അവർക്ക് അറിയില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ ആളുണ്ടെന്ന്. ഇതിനത്ഭുതം, ഗാർ സൗർ താഴേക്ക് പോകുന്ന ഗുഹയാണ്. മൂത്രയിക്കാൻ വേണ്ടി വന്നു, പക്ഷെ ഇയാളുടെ ഔറത്ത് അള്ളാഹിന്റെ റസൂൽ കാണുന്നില്ല. അത് അള്ളാഹു നബി തങ്ങൾക്ക് മറച്ചു വെച്ചു എന്ന് ഒരാളുടെയും ഔറത്ത് കാണേണ്ട അവസ്ഥ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു വരുത്തിയില്ല. യാ അല്ലാഹ്, അങ്ങനെ മടക്കുത്തി വരികയാണ്. കാലിന്റെ മുട്ടുവരെ ഗുഹയുടെ മുഖമാണ്, പിന്നെ പാറയാണ്. അയാൾ അങ്ങോട്ടാണ് മൂത്രമൊഴിക്കണത്, പക്ഷെ കാല് കാണും. അടിഭാഗം ഗുഹയുടെ മുഖമാണ്. സൈഡിൽ നിന്ന് ഇങ്ങനെ ഗുഹന്റെ സൈഡിൽ നിന്ന് നിൽക്കുകയാണ്. അയാൾ അങ്ങോട്ട് മൂത്രമൊഴിക്കുകയാണ്, കാല് കാണുന്നുണ്ട്. അപ്പോഴാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയേ, ആ മനുഷ്യൻ കാലിന്റെ അടിയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോഴാണ് ചോദ്യം ചോദിച്ചത് ഈ മൂത്രമൊഴിക്കാൻ വന്ന നേരത്ത്. സുബ്ഹാനല്ലാഹ്, ആ കാലിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ആള്. ഗുഹയിലേക്കല്ല മൂത്രമൊഴിക്കണത്, ഗുഹന്റെ പുറത്തേക്കാണ്. അയാളുടെ ഔറത്തൊക്കെ ഗുഹന്റെ മേൽഭാഗത്താണ്, കാല് കാണുന്നുണ്ട്. നബിയെ, കാലിന്മക്ക് ഇയാൾ നോക്കിയാൽ റആന, നമ്മളെ കാണുമല്ലോ നബിയെ. മറുപടി എന്താ പറയേണ്ടത്? നമ്മളെ കാണൂല എന്നാ പറയേണ്ടത്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞ മറുപടിയോ, ലാ തഹ്സൻ, നിങ്ങൾ സങ്കടപ്പെടണ്ട. രണ്ടുപേരെ കുറിച്ച് നിങ്ങൾക്ക് എന്തിനു പേടിക്കണം? മൂന്നാമനായിട്ട് അള്ളാഹു നമ്മളോട് കൂടെയില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട്. സിദ്ദീഖ്, അള്ളാഹുവിന്റെ മഅയ്യത്ത് നമ്മളോടൊപ്പം ഉണ്ട്. പിന്നെ എന്തിന് പേടിക്കണം? യാ അല്ലാഹ്, കാരണം അള്ളാന്റെ മെഹബൂബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മെഹബൂബാണ്. निगाहे इश्क़ो मस्ती में वही अव्वल वही आखिर वही क़ुरआन वही फुरक़ान वही तोहा वही यासीन. അങ്ങനത്തെ മെഹബൂബായ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികത്ത് അള്ളാഹുവിന്റെ സാമീപ്യം അറിയാൻ കഴിയുമല്ലോ സിദ്ദീഖ് റളിയല്ലാഹു. ഏതുപോലെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, സൂറത്തുൻ നൂർ, അല്ലാഹു ആകാശ ലോകങ്ങളുടെ പ്രകാശത്തിന്റെ ദാതാവാണ്. മസലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഒരു പള്ളിയെക്കുറിച്ച് അള്ളാഹിന്റെ പ്രകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭവനത്തിൽ അവിടെ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളുണ്ട്, മനുഷ്യന്മാരുണ്ട് എന്നൊക്കെ പറ. എന്താണ് ഇതിന്റെ താല്പര്യം? അള്ളാഹിന്റെ ആ പ്രകാശം കിട്ടുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം അറിയുന്ന പള്ളിയിലാണ്. അള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴല്ലേ അള്ളാഹിന്റെ നൂറ് കിട്ടുക. അള്ളാഹുവിന്റെ നൂറ് കിട്ടുന്നത് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ്. എന്നതുപോലെ എന്റെ റസൂലിന്റെ അരികത്തിരിക്കുമ്പോൾ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. സിദ്ദീഖ്, നിങ്ങൾ വിഷമിക്കണ്ട. സുബ്ഹാനല്ലാഹ്. ആ നേരത്ത് ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി,
എന്തെങ്കിലും കാലെന്ന് ഇടറുമോ എന്ന് നോക്കിയിട്ടെങ്കിലും ഒരാഴമുള്ള കുഴി കാണുമ്പോൾ കുഴിയുടെ വക്കിലേക്കൊന്ന് നോക്കാൻ പോലും ഈ ഖുറൈശികളിൽപ്പെട്ട നേതാവിന്റെ മൂത്രമൊഴിക്കാൻ വന്നിട്ട് തോന്നിപ്പിച്ചില്ല അല്ലാഹു തആല. ഇത് എന്റെ റസൂലിന് ഞാൻ ചെയ്തു കൊടുത്ത എന്റെ സഹായമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിലൂടെ വിവരിക്കുകയാണ്. എന്റെ റസൂലിനെ ഞാൻ സഹായിച്ചിട്ടുണ്ട് സല്ലല്ലാഹു ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. ആ നേരത്തെ സിദ്ദീഖ് എന്നവരുടെ മനസ്സിന് ട്രാങ്ക്വിലിറ്റി, സമാധാനം ഞാൻ ഇറക്കി കൊടുത്തുവല്ലോ. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകളാണ്. മലക്കുകൾ നിന്നിരുന്നു എന്നാ അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരിക്കെ അബൂലഹബിന്റെ ഭാര്യ, അബൂലഹബ് നരകത്തിലാണ്, തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ ഒരു കല്ലെടുത്ത് എറിയാൻ വന്നിട്ടുണ്ട്. എന്നെ പറ്റി കുറ്റം പറഞ്ഞ് ആയത്തിറങ്ങിയിട്ടുണ്ടല്ലേ. ഞാൻ കേട്ടു നിന്റെ കൂട്ടുകാരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ആരോട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് എന്നവർ നബിതങ്ങളും മസ്ജിദുൽ ഹറാമിന്റെ ആ മുറ്റത്ത് ആ തിണ്ണയിൽ ഇരിക്കുകയാണ്. കല്ലെടുത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നബി തങ്ങളോട്, നബിയെ നിങ്ങൾ പൊയ്ക്കോളി നബിയെ, വരവത്ര സുഖല്ല, ഉമ്മു ജമീൽ ദേഷ്യം പിടിച്ചിട്ടാണ് വരുന്നത്. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖിനെ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, എന്നെ കാണൂല. ഉമ്മു ജമീൽ ഒന്നും കണ്ടില്ല അല്ലാഹുവിന്റെ റസൂൽ. ഭയങ്കര അത്ഭുതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് എന്നവരോടാ ചോദിക്കണത്, സമയത്തു, ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ കൂട്ടുകാരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. സിദ്ദീഖ് എന്നവർ റളിയല്ലാഹു അൻഹു, നിന്റെ കൂട്ടുകാരങ്ങൾ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ചീത്ത പറഞ്ഞത് ആരാ? അള്ളാഹുവാണ്. അത് എന്റെ കൂട്ടുകാരൻ പറഞ്ഞതല്ല, അള്ളാന്റെ കിതാബല്ലേ ഖുർആൻ. അള്ളാഹു ആ ചീത്ത പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഉദ്ദേശത്തിലാ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ ചീത്ത. എന്നാൽ ഫൽയഅലം ഇന്നി മിൻ അശ്റാഫി ഖുറൈശ്, ഖുറൈശികളിലെ തറവാടത്തുള്ള പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരിച്ചുപോയി. നബിയെ നിങ്ങളെ കണ്ടില്ലല്ലോ ഉമ്മു ജമീൽ. അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു വിഭാഗം സഫായിട്ട് എൻ്റെ മുമ്പിൽ നിന്നു. അബൂബക്കർ സിദ്ദീഖ് അവർക്ക് എന്നെ കാണിച്ചു കൊടുത്തില്ല. ഇതേപോലെ അള്ളാഹുവിന്റെ ഹബീബിനെ മലക്കുകൾ ഇറക്കി അള്ളാഹു സഹായിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നാണ് പിന്നെ 7 ദിവസം കൂടെ യാത്ര ചെയ്തിട്ട് മദീനയിലേക്ക് പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം, മറ്റൊരു കാഫിറിനെ അള്ളാഹു നബി തങ്ങളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൗറിൽ നിന്ന് പോകുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ സഹായവും ഒരു ഗൈഡിനെയും കിട്ടിയിട്ടുണ്ട്. ആ ഗൈഡ് കാഫിറായിരുന്നു. അയാളുടെ പേര് അബ്ദുല്ലാഹ് ഇബ്ൻ അരീഖത്ത്. പേര് അബ്ദുല്ലാഹ്, പക്ഷെ മുസ്ലിം ആയിരുന്നില്ല. ഇബ്ൻ അരീഖത്ത്, ഇയാൾ കാഫിറായിരുന്നു. ആ കാഫിറിന്റെ സഹായത്തോടുകൂടെ അല്ലാഹു തആല കൊണ്ടുപോവുകയാണ് ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റെഡ് സീയുടെ ചെങ്കടലിന്റെ ഓരം പാർത്ത് യാംബു വഴി എന്നൊക്കെയുള്ള നഗരങ്ങളല്ലേ സൗദിയിലെ, ആ വഴിയിലൂടെ നേരെ മദീന വരെ കോസ്റ്റൽ ലൈനിലൂടെ കൊണ്ടുപോകുന്നത്. കച്ചവടക്കാർ പോകുന്ന വഴിയുണ്ട്, അതിലൊന്നുമല്ല ആരും കാണാത്ത ത്രൂ അൺനോൺ ട്രാക്സ് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ആരൊരു ശത്രു അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത്, ഈ ഇബ്നു അരീഖത്തിന്റെ മനസ്സിലെങ്ങാനും 100 ഒട്ടകത്തിന്റെ ചതിയെങ്ങാനും വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ അയാളെ കൊല്ലൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ തങ്ങൾ അറിഞ്ഞു? അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അറിയിച്ചു കൊടുക്കുക, ഈ അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത്, ഈ മനുഷ്യൻ ഇബ്നു അരീഖത്ത് അയാൾ കാഫിറാണെങ്കിലും നിങ്ങളെ വഞ്ചിക്കൂല നബിയെ എന്ന് നബി തങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്തതാ. അയാൾക്ക് തോന്നിയില്ലല്ലോ, അയാൾക്കറിയാമല്ലോ ഇനാം പ്രഖ്യാപിച്ചത്. പക്ഷേ റസൂലിൽ എന്തോ ചില വെളിച്ചം ഇയാൾ കണ്ടു. ഇത് വലിയൊരാളാണ്, ഇവരൊന്നും ചെയ്യണ്ട, ഞാൻ എത്തിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു കാഫിറിന്റെ തണലിലാണ് അള്ളാഹു ഹബീബിനെ കൊണ്ടുപോകുന്നത് സല്ലല്ലാഹു. ഇതൊക്കെ അള്ളാഹുവിന്റെ ചില അത്ഭുതകരമായ രീതികളാണ്. ഉലമാ അതിലും വലിയ അത്ഭുതം പറഞ്ഞിട്ടുണ്ട്. ഇസ്റാവും മിഅ്റാജും കഴിഞ്ഞ് ഉടനെ ഹിജ്റ നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ നേരെ പറത്തിയാ പോരെ ആകാശത്തുകൂടെ? ഇസ്റാവും മിഅ്റാജും കൊണ്ടുപോയില്ലേ അള്ളാഹുവിന്റെ ഹബീബ്? എന്തിനിങ്ങനെ നടത്തിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? യാ അല്ലാഹ്, എന്തിനായിരുന്നു അത്?
ഇത് മാതൃക. ഒരുപാട് പാഠങ്ങൾ, ഈ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ? വായുവിലൂടെ പോയിരുന്നെങ്കിൽ സ്വഹാബത്തിന് മാതൃക കിട്ടുമോ? ഹിജ്റ പോകാൻ അള്ളാഹിന്റെ റസൂല് മനുഷ്യർക്ക് കഴിയുന്ന, സ്വാഭാവികമായ മനുഷ്യർക്ക് കഴിയുന്ന ആ സംഭവങ്ങളിലൂടെയല്ലേ നമുക്ക് പാഠം പഠിക്കാൻ പറ്റൂ. ഇസ്രായേലും മെഹറാജിലും ആ യാത്ര നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അള്ളാഹു ഹബീബിനും ഉസ്വ, ജനങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ ഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയതാണ്. 10 ദിവസം എടുത്തു. അങ്ങനെ പോകുമ്പോഴാണ് ഒരു കൊച്ചു ഗ്രാമം. അവിടെ ചെന്നപ്പോൾ ഒരു വൃദ്ധയായ പെണ്ണ്, അവരുടെ പേര് ചരിത്രം രേഖപ്പെടുത്തി ഉമ്മു മഅബദ്. ശ്രദ്ധിക്കുന്നവർ ചോദിച്ചു, കുടിക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മു മഅബദ് എന്നൊരു മുസ്ലിം അല്ല. ഒരു ആടുണ്ട്. അന്ന് ഭയങ്കര ക്ഷാമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് ജൂൺ മാസത്തിലാണ്. യാ അല്ലാഹ്, ആ സഫർ, അന്നത്തെ റബീഉൽ അവ്വൽ സഫർ മാസം, റബീഉൽ അവ്വലിന്റെ ആദ്യ ഭാഗം, അന്ന് ജൂൺ മാസമായിരുന്നു. എന്താ ജൂണിലൊക്കെ ചൂടാലോചിച്ച് നോക്കി. ഈ ചൂടിലൊരു എയർ കണ്ടീഷൻ ഇല്ലാതെയാണ് ആ ഗുഹയിൽ 3 ദിവസം നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. ആലോചിച്ച് നോക്കി, എന്താണ് ഈ ത്യാഗം, എന്താണ് ഈ ത്യാഗം. ഉമ്മ മഅബദ് പറഞ്ഞു, ഈ അറബികൾക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ആതിഥേയരാണ്. ആതിഥേയർ വന്നാൽ അങ്ങോട്ട് കൊടുക്കുകയാണ്, എല്ലാം എടുത്തു കൊടുക്കും. പക്ഷെ എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ. ഉമ്മ മഅബദ് കരഞ്ഞു. എൻ്റെ ആട് കണ്ടില്ലേ, തിന്നാനൊന്നും കിട്ടാതെ, അതിൻ്റെ അകടിൽ പാലില്ല. എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പാല് തരാൻ പറ്റും? അതല്ലെങ്കിൽ കുടിക്കാൻ തരാൻ പറ്റും? എൻ്റെ അടുത്ത് ഇല്ലല്ലോ. അബൂ മഅബദ്, എൻ്റെ ഭർത്താവാണെങ്കിലോ ആടുകൾക്ക് വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോയതാണെന്നും പറഞ്ഞു. ഇപ്പോഴൊന്നും മദീനത്തേക്ക് എത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആടെവിടെ? ആടിനെ കൊണ്ടുവന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആടിന്റെ അകിടി പിടിച്ച് പാല് കറന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാല് ചുരത്തി മുഅ്ജിസത്ത് കാണുകയാണ് ഉമ്മു മഅബദ്. പാല് ചുരത്തി ആ ആദ്യത്തെ കപ്പ് കൊടുത്തു ഉമ്മു മഅബദ്, നിങ്ങൾ കുടിക്കിൻ. വീട്ടുകാർക്ക് കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത പാല് കൊടുത്തു അബ്ദുല്ലാഹ്, ഗൈഡിന് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവസാനത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരു കോപ്പ കൂടി കൊടുത്തു. അബൂ മഅബദിന് കൊടുത്തേക്കണം കേട്ടോ, ഭർത്താവ് വരുമ്പോൾ. ഈ ഒരു വലിയ മുഅ്ജിസത്തും കഴിഞ്ഞിട്ട് അടുത്ത പോക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അസ്ലം ഗോത്രത്തിലെ 200 ആളുകൾ മദീനത്തേക്ക് എത്തുന്നതിന്റെ ഏതാനും മൈലുകൾക്ക് മുമ്പ് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി വന്നു. 200 ആളുകൾ. ആലോചിച്ച് നോക്കി. അതിനു മുമ്പ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. കുതിരയുടെ പിന്നാലെ വന്ന് ആ ഭൂമിയിലേക്ക് താണുപോയി അത്ഭുതം കണ്ട് മുസ്ലിമായി തിരിച്ചുപോയ സുറാഖത്ത് ബിൻ മാലിക്. അദ്ദേഹം അന്ന് മുസ്ലിമായിട്ടില്ലെന്നും ചരിത്രത്തിലുണ്ട്. പിന്നീടാണ് ഇസ്ലാം പ്രഖ്യാപിച്ചത്. പക്ഷേ നബി തങ്ങളെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞത് തിരിച്ചുപോയി. തങ്ങളുടെ അടുത്തെത്തിയപ്പോഴും കുതിര താവാണ്, വെട്ടാൻ പറ്റുന്നില്ല, തങ്ങളെ വധിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു 200 ആളുകൾ, അസ്ലം ഗോത്രത്തിലെ 200 ആളുകൾ. ബുറൈദത്തുൽ അസ്ലമി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര്, ഗോത്രത്തിന്റെ നേതാവ്. വധിക്കാൻ വേണ്ടി വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു. കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാരാ. ഇരുന്നിട്ട് അവർക്ക് ദഅവത്ത് ചെയ്തെടുത്തു. ഞങ്ങൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൂടി ഷഹാദത്ത്. 200 ആളും ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായിട്ട് തിരിച്ചു പോയത്. യാ അല്ലാഹ്, അത് തന്നെ മദീനയിലേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന ഇസ്ലാമിന്റെ വെളിച്ചത്തിന്റെ ഒരു സൂചനയായിരുന്നു. 200 ആൾ വാളെടുത്ത് വെട്ടാമെന്ന് 200 മുസ്ലിമായിട്ട് തിരിച്ചുപോയി. അസ്ലം ഗോത്രത്തിലെ 200 ആളുകൾ. യാ അല്ലാഹ്, അങ്ങനെയാണ് മദീനയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ഈത്തപ്പനയുടെ മുകളിലൊക്കെ കൊച്ചു കുട്ടികളും ചെറിയവരും വലിയവരും പൊത്തിപ്പിടിച്ചിരിക്കാൻ തങ്ങൾ വരുന്ന കാഴ്ച കാണാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ബനു നജ്ജാർ ഗോത്രത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും കൊച്ചുമക്കൾ ദഫെടുത്ത് മുട്ടിയിട്ട് പാട്ടുപാടി. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ ജിഅത ബിൽ അംറിൽ മുതാഇ شرفت المدينة مرحبا يا خير داعي. അട്ടിയോടിച്ച് ആ ശിക്ഷ കൊടുത്ത് നിബിധങ്ങളെ ആട്ടി പുറത്താക്കിയ ഒരു സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് പാട്ടുപാടി സ്വീകരിക്കുന്ന കൈകളിലേക്ക് ഹബീബിനെ അല്ലാഹു കൊണ്ടുകൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാരെ മുഴുവൻ പറഞ്ഞു, നബിയെ നിന്റെ പുറക്ക് താമസിക്കണം, തങ്ങളിന്റെ പുറക്ക് നിൽക്കണം. അപ്പൊ മദീനയിലെ ഏറ്റവും വലിയ കപടവിശ്വാസികളുടെ നേതാവുണ്ട്, മുനാഫിക്കിങ്ങളുടെ നേതാവ്. അയാളുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാൾ മദീനയുടെ രാജാവാണെന്ന് പറഞ്ഞിരുന്ന ആളാ. അയാൾ പറഞ്ഞു, പ്രൊഫറ്റ്സ്, എന്റെ വീട്ടിൽ I have the best house in Medina, എന്റെ പേർക്ക് ഒരു നബിയെ. സ്വഹാബത്ത് മുഴുവൻ പറഞ്ഞു, എല്ലാവരും പറ്റൂല, എന്റെ പേർക്ക്. ഹംസ റളിയല്ലാഹു അൻഹു ഇടപെട്ട് പറഞ്ഞു,
How can he choose when so many welcome? എല്ലാവരും വിളിച്ചാൽ പിന്നെ എങ്ങോട്ടാ പോവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പോഴാണ് സിദ്ദീഖ് എന്നവർ പറഞ്ഞത്, ഈ ഒട്ടകം അള്ളാഹുവിനാൽ കമാൻഡ് ചെയ്യപ്പെടുന്ന ഒട്ടകമാണ്. ഈ ഒട്ടകം എവിടെയാണോ ചെന്ന് മുട്ടുകുത്തുന്നത് അവിടെ അള്ളാഹുവിന്റെ റസൂൽ താമസിക്കും. അങ്ങനെ പോയി ഒട്ടകത്തെ അഴിച്ചു. തങ്ങൾ താഴെ ഇറങ്ങി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒട്ടകം ഖസ്വ എന്ന ആ ഒട്ടകം ഇങ്ങനെ നടന്ന് സുഹൈൽ എന്ന 2 യതീം കുട്ടികളുടെ അവരുടെ പറമ്പുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒട്ടകം മുട്ടുകുത്തി. അതിന്റെ തൊട്ടടുത്തുള്ള വീട് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അതാണെങ്കിലോ 200 കൊല്ലം മുമ്പ് ഒരു രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ, ആക്രമിക്കാൻ കഴിയാതെ വന്നപ്പോ, മദീനക്കാർ ഈ അക്രമികളായ സൈന്യത്തിന് രാത്രി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ യമനിയായ രാജാവെന്ന് ചോദിച്ചു, അല്ല നിങ്ങളുടെ കഥ എന്താ? ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ ചോറും കഞ്ഞൊക്കെ തരേ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആലോചിച്ചാൽ കുത്തിയിരിപ്പ് സമരം ഏറൊക്കെ നടക്കുന്നിടത്ത് മറ്റേ പാർട്ടിക്കാർ ഇവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് വേഗം മനസ്സിലാണ് ഉദാഹരണം. എന്താ ഇപ്പൊ സംഗതി? രാജാവ് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നവരാ, ഞങ്ങൾക്ക് നിങ്ങൾ ഫുഡ് ഉണ്ടെന്നേരേ? പറഞ്ഞു, ഞങ്ങൾ മദീനക്കാർ ഇവിടെ ആക്രമിക്കൂല, ഞങ്ങൾ അന്ത്യപ്രവാചകരെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന സമൂഹമാണ്. ഇവിടെയാണ് അന്ത്യപ്രവാചകർ വരിക. ആ രാജാവിന് മദീന ആക്രമിക്കാൻ പറ്റിയില്ല എന്നാൽ സൈന്യത്തിന് കയറാൻ പറ്റില്ല മദീനയിൽ. മദീനയിൽ വലിയ അത്ഭുതമാണ്, ഭയങ്കര അത്ഭുതമാണ്. ആ മണ്ണുകൾ കണ്ടാൽ ഉണങ്ങിയ പാറകളുള്ള മണ്ണല്ലേ സൗദി അറേബ്യയിലെ ഈ പ്രദേശങ്ങളൊക്കെ, മക്കി മദീനൊക്കെ. പക്ഷേ അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്, കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ രാജാവ് പറഞ്ഞത്, എന്നാൽ ആ പുണ്യപ്രവാചകൻ വരുന്ന നേരത്ത് താമസിക്കാൻ എന്റെ വക ഒരു വീടായിക്കോട്ടെ എന്ന് പറഞ്ഞ് ബലിഷ്ഠമായ 2 നില കെട്ടിടം. അന്നൊന്ന് 2 കെട്ടിടങ്ങളില്ല, ആകെ ആ ഒരു കെട്ടിടമുള്ളത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനാണ്. അബൂ അയ്യൂബുൽ അൻസാരി തങ്ങൾ താമസിച്ചിരുന്ന വീട് ഉപ്പയിലൂടെ വല്യപ്പയിലൂടെ അനന്തരമായി കിട്ടിയതാ, ഈ രാജാവ് ഏൽപ്പിച്ചു കൊടുത്തതാ. ആ വീടിന്റെ മുമ്പിലാണ് ഖസ്വ എന്ന ഒട്ടകം മുട്ടുകുത്തിയത്. ഇതൊന്നും യാദൃച്ഛിക സംഭവമല്ല. അള്ളാഹുവിന്റെ റസൂലിനെ താമസിപ്പിക്കാൻ ആ ചരിത്ര സംഭവത്തിന്റെ അടുത്തേക്ക് ഒട്ടകത്തെ അള്ളാഹു നടത്തിച്ചതാണെന്നാണ്. അവിടെ ചെയ്ത ആദ്യത്തെ പണി മസ്ജിദ് ഖുബാ പള്ളി പണിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കട്ടയുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് വെയിൽ കൊണ്ടിട്ട്. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ നിങ്ങൾ നിൽക്കും, നബിയേ നിങ്ങൾ ടയർഡല്ലേ, യാത്ര ചെയ്ത് വന്നതല്ലേ, ഇരിക്കും, ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ പറഞ്ഞു, ജോലി അധ്വാനം എന്നത് ഇബാദത്താണ്. ജോലിക്ക് പോയി കിടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ജോലി ഇബാദത്താണ്. കിടന്നുറങ്ങേണ്ട സ്ഥലമല്ല, അത് ജോലി ചെയ്യണം, അധ്വാനിക്കണം. അധ്വാനിക്കുന്നത് ഇബാദത്താണ്, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ 53 വയസ്സായിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. ആ നബിയാണ് നമ്മളോടുകൂടെ ഈ ജോലി ചെയ്യുന്നത്. അപ്പൊ കൂടെയുള്ള സ്വഹാബി ചോദിച്ചു, ഹംസ എന്നവർ നിങ്ങൾക്ക് എത്ര വയസ്സായി? ഹംസ റളിയല്ലാഹു അൻഹുവിന് വയസ്സ് 53 ആണ്. അപ്പോൾ രണ്ടുപേരും അധ്വാനിക്കാം. ആ പള്ളി, പിന്നെ ആ പള്ളിയുടെ സംഭവങ്ങളൊക്കെയായി മദീനയിലേക്ക് എത്തിയ ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കൂടെ നമുക്ക് അനുസ്മരിക്കാൻ നിർത്താൻ സമയം വൈകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന ഉടനെ പറഞ്ഞ ഹദീസ് ഇതാണ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ് സലാം, സലാം പറഞ്ഞേക്കണം എല്ലാവരോടും. സലാം പ്രചരിപ്പിക്കിൻ, സമാധാനം പ്രചരിപ്പിക്കിൻ, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കിൻ. അത്ഇമുത് തുആം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തേക്കണം. സിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർത്തണം. സല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം, ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി 2 റക്അത്തെങ്കിലും എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, അന്തസ്സിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോകാം. ഇത് പറഞ്ഞിട്ട് മദീനയിലേക്ക് കടന്നു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമ്മൾ ഏറ്റെടുക്കുക. അഫ്ശുസ് സലാം, ഇഖ്റഉ സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. മുസ്ലിമാണോ മുഅ്മിനായ മനുഷ്യനാണോ, ഏത് നാഷണാലിറ്റിയാ, ബംഗ്ലാദേശുകാരനാണോ പാകിസ്ഥാൻ, ഇതൊന്നും നോക്കണ്ട. മുസ്ലിമാണോ അറിയുന്നുണ്ട്, ഷിആർ എന്ന് മനസ്സിലാവുന്നുണ്ട്, മുസ്ലിമാണ്, അസ്സലാമു അലൈക്കും, മടക്കാതിരിക്കട്ടെ, അസ്സലാമു അലൈക്കും പറഞ്ഞേക്ക്, അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കും. അത്ഇമുത് തുആം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കിൻ, അതൊന്നും മുടക്കണ്ട, ഭക്ഷണം കൊടുക്കിൻ. സിലുൽ അർഹാം, കുടുംബങ്ങളൊക്കെ ഒന്ന് വിളിച്ചിട്ടെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്ത്. അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ടൊന്നും സന്തോഷിപ്പിക്കാൻ കഴിയില്ല, ഒന്ന് വിളിക്കുക, ഫോൺ ചെയ്യുക, അസ്സലാമു അലൈക്കും, ഇവരെ സുഖം തന്നെയല്ലേ ചോദിക്കുക. രാത്രി 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. ഫർളൊക്കെ കഴിഞ്ഞിട്ട് സുബഹിന്റെ മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് കഴിയും 2 റക്അത്ത് സുന്നത്ത്. എന്നിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നു, യാ അല്ലാഹ് തഹജ്ജുദിന്റെ കൂലി കിട്ടും.
അന്തസ്സിൽ സ്വർഗത്തിൽ പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചെയ്ത അവിടെ നിന്ന് പറഞ്ഞ വാക്കിതാണ്. മദീനയിൽ ചെന്ന ഉടനെ ചെയ്ത ജോലികൾ ഒന്ന്, മദീന ഖുബാ പള്ളി ഉണ്ടാക്കി. ആദ്യം ചെയ്ത പള്ളി ഉണ്ടാക്കുന്നു. ഔസ് ഖസറജ് ഗോത്രങ്ങൾ ഫൈറ്റിലാണ്. അവരുടെ ഫൈറ്റൊക്കെ സെറ്റിൽമെന്റ് ചെയ്തു, തർക്കങ്ങൾ തീർത്തു. മുഹാജിറുകളോടും അൻസ്വാരികളോടും പരസ്പരം സഹായിക്കാൻ വേണ്ടി പറഞ്ഞു. സഹായിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ പറഞ്ഞു, അലൈക്കും ബിസ്സൂഖ്, അങ്ങാടിയിലേക്ക് ചെല്ലിൻ. ലാ തത്റുകൂഹാ ലിൽ യഹൂദ്, അങ്ങാടിയിലെ ബിസിനസ് ജൂതന്മാർക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കലിൻ. നിങ്ങൾ പോയി കച്ചവടം ചെയ്യണം. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ, മുസ്ലിമീങ്ങൾ കച്ചവടം നടത്തണം. അതുകൊണ്ട് അങ്ങാടിയിലേക്ക് ചെല്ലിൻ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4 ദിർഹമാ കയ്യിലുള്ള. നബിയെ, 4 ദിർഹം കൊണ്ട് ഞാൻ എന്ത് കച്ചവടം ചെയ്യും നബിയെ? യാ അബ്ദുറഹ്മാൻ അലൈക ബിസ്സൂഖ്, അങ്ങാടിയിലേക്ക് ചെല്ലിൻ. മദീനത്ത് അങ്ങാടിയിലേക്ക്, മദീന ബിസിനസ് ഉള്ള സ്ഥലമാണ്. അങ്ങാടിയിലേക്ക് 4 ദിർഹം എന്ത് ബിസിനസ് നബിയെ? എങ്കിൽ നമ്മളിപ്പോൾ വലിയ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങണം. 1000 ദിർഹം ഉണ്ട്. എന്ത് 1000 ദിർഹം? സ്റ്റാമ്പ് പേപ്പർ തികയില്ല. എന്താ ചെയ്യാ? അല്ലാഹുവിന്റെ റസൂൽ ദുആ കൊടുത്തു, യാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ബാറകല്ലാഹു ഫീ സഫ്ഖതിക്, നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് തരട്ടെ, പോയിക്കോളി എന്ന് പറയും. അങ്ങനെ കച്ചവടം ചെയ്ത് മുതലാളിയായ കച്ചവടക്കാരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഭയങ്കര മുതലാളി. 4 ദിർഹം കൊണ്ടാണ് തുടങ്ങിയത്. അങ്ങനെയാണ് ആ കച്ചവടം. അന്ന് സിറിയയിൽ നിന്ന് ഒട്ടകപ്പുറത്ത് ഒരുപാട് സാധനങ്ങളുമായി ഒരു വെള്ളിയാഴ്ച ഖുതുബ നടക്കുമ്പോൾ വന്നപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ പള്ളിയിൽ നിന്ന് യാത്ര സംഘത്തെ കണ്ടപ്പോൾ പള്ളിയിൽ നിന്ന് ഖുതുബന്റെ ഇടയിൽ ഇറങ്ങി പുറത്ത് ഓടിക്കളഞ്ഞു. സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറയുന്നുണ്ട്, വഇദാ റഅൗ തിജാറതൻ ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമ. അങ്ങനെ നിൽക്കെ, മിമ്പറിൽ നിന്നുകൊണ്ടിരിക്കെ കച്ചവട സംഘം വന്നപ്പോൾ കുറച്ച് ആളുകൾ ഓടിപ്പോയല്ലോ, ഇതൊന്നും ജുമുഅക്ക് പറ്റൂല എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ ഭാഗം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആ കൂട്ടത്തിലുണ്ട്. അബ്ദുറഹ്മാൻ തങ്ങൾ ഒട്ടകത്തിന്റെ ആ ബാൻഡ്, അന്നത്തെ ലോഡാണത്. ആ ലോഡ് താഴെ ഇറക്കുന്നതിന് മുമ്പ് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ യാത്രാ സംഘം വന്നപ്പോഴല്ലേ ഈ ഖുതുബ ഫസാദായത്? എന്റെ ഒട്ടകവും അതിന്റെ മേലെയുള്ള മുഴുവൻ സാധനങ്ങളും സ്വദഖത്തുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ സ്വദഖ ചെയ്തു എന്ന് പറഞ്ഞ മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞു ഉസ്താദ് ഇങ്ങനെ നേരം പഠിപ്പിച്ചോ എന്നറിയില്ല എന്നല്ലേ? ഇല്ല, പഠിപ്പിച്ചില്ല. കഴിഞ്ഞ എന്തും കൂടെ പറയട്ടെ. ആ കൂട്ടത്തിൽ സന്ദർഭത്തിൽ മദീനക്കാർ സഹായികളാണ്, അൻസ്വാരികളാണ്. മക്കത്ത് നിന്ന് വന്ന സ്വഹാബത്തിന് മുഹാജിറുകൾക്ക് പകുതി കൊടുത്തു എന്നാണ്, സമ്പത്തിന്റെ നേർപകുതി. മറ്റൊരു വിഷയം മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും മദീനക്കാർ നല്ല കാര്യമാണ് ചെയ്തത്, ഇവര് ഒന്നുമില്ലാതെ ഇവർക്കൊക്കെ പകുതി സ്വത്ത് വെറുതെ കിട്ടിയില്ലേ. അങ്ങനെ എല്ലാ സംഭവം ഇവര് മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടായി വരുന്നത്. മക്കയിൽ ഇവരുടെ മുഴുവൻ സ്വത്തും ഉപേക്ഷിച്ചിട്ടായി വരുന്നത്. യാ അല്ലാഹ്, അൻസ്വാരികളെക്കാൾ ഒട്ടും സ്ഥാനത്തിൽ കുറവല്ല മുഹാജിറുകൾ. ഇവര് മുഴുവനും അള്ളാഹ്ക്ക് കൊടുത്തിട്ടായി വന്നത്. കുടുംബം, പറമ്പും, കച്ചവടം മുഴുവൻ അൻസ്വാരികൾ. മാഷാ അല്ലാഹ്. അവർ 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ കല്യാണം കഴിച്ചു കൊടുത്തത്? ഈ മുഹാജിറിനെ വിളിച്ചു കൊണ്ടുവരിക. എന്റെ 2 ഭാര്യമാരാണ് ഇവർ. കല്യാണത്തിന് പെണ്ണ് കാണാൻ ചൊല്ലുമ്പോൾ അവരെ ആവാൻ പോകുന്ന പെണ്ണിനെ കാണൽ ജായിസാണ്. ഖിത്ബത്ത്, കല്യാണം ആലോചിക്കുമ്പോൾ ഈ മുഹാജിറിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് എന്റെ ഭാര്യമാർ, ഇവരിൽ നിനക്കാരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറ, അവളെ ഞാൻ തൊലാക്ക് ചൊല്ലി നിനക്ക് നിക്കാഹ് ചെയ്ത. ഇതല്ല, എനിക്ക് വേണ്ടാത്തോളം നീ കെട്ടിക്കോന്നല്ല. അൻസ്വാരി പറയാ മുഹാജിറിനോട്, മക്കക്കാരെ സഹാബിയോട്, നീ പറ ആരെ ഞാൻ നിനക്ക് വേണം, നിന്റെ ചോയ്സ്. ഇങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ട ആളുകളാണ് മുസ്ലിമീങ്ങൾ. ഇങ്ങനെ സഹായിക്കേണ്ടവരാണ് നമ്മൾ. ഇങ്ങനെ പരസ്പര സ്നേഹമുണ്ടാകേണ്ടവരാണ് നമ്മൾ. ഈ വലിയ സംഭവമാണ് ഹിജ്റയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ വലിയൊരു സംഭവം, അല്ലാഹു തആല ഹബീബൊക്കെ ചെയ്ത ത്യാഗം അല്ലേ, അതിൻ്റെയൊക്കെ അല്പമെങ്കിലും ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു മുഹറം ആരംഭിക്കുന്നു. അടുത്തൊരു മുഹറം ആകുമ്പോഴേക്കും നന്മകളെ കൊണ്ട് സജീവമാക്കുക. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനിക്കുക. പക്ഷേ നമ്മൾ മനുഷ്യന്മാരെ ചെയ്യും, തൗബ ചെയ്ത് മടങ്ങുക. ഈ കൊല്ലം ഞാൻ ഒരുപാട് നന്മ ചെയ്യുമെന്ന് തീരുമാനിക്കും. അതൊക്കെ സമയം അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമാണ്. ഇതൊരു വലിയ അച്ചീവ്മെന്റ്. നമുക്ക് നല്ലൊരു ജീവിതത്തിൽ നല്ല തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അടുത്തൊരു മുഹറം എത്തുമ്പോഴേക്കും ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി. ഞാൻ പറയാം,
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه റഹ്മാനായ റബ്ബേ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, നീ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ നീ കാത്തു സൂക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്നെയും നിന്റെ റസൂലിനെയും അടുത്തറിയാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് തരണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ അപകടത്തിലായി പോകുന്ന ഒരു വിഷയത്തിലും എത്താതെ കാക്കണേ. ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളെല്ലാവർക്കും മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്ക് വിവരമില്ലാത്തത് പഠിപ്പിച്ചു തരണേ റബ്ബേ. ഉപകാരപ്പെടുന്നത് മാത്രം ഞങ്ങൾക്ക് പഠിപ്പിക്കണേ റബ്ബേ. ഉപകാരപ്പെടാത്ത ഇൽമിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഐനിൻ ലാ തദ്മഅ വമിൻ ദുആഇൻ ലാ യുസ്തജാബു ലഹാ. ഞങ്ങളെ നിന്റെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ റബ്ബേ. നിന്റെ റസൂലിന്റെ ശരിയായ ഉമ്മത്തുകളിലേക്ക് ചേർക്കണേ അല്ലാഹ്. അവിടത്തോട് മനസ്സ് നിറയെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാഹ്. അവിടത്തോട് മനസ്സ് നിറയെ സ്നേഹമുള്ളവരാക്കണേ അല്ലാഹ്. നിന്റെ ആസാറുകളോടും നിന്റെ ദീനിന്റെ ശായറുകളോടും ബഹുമാനമുള്ളവരാക്കണേ അല്ലാഹ്. അർഹമുർ-റഹീമായ തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കല്ല, ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ, ഞങ്ങളുടെ പരിചയക്കാരും സുഹൃത്തുക്കളും കൂടെ പഠിച്ചവരും ഞങ്ങളെ പഠിപ്പിച്ചവരും എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഈ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ റബ്ബേ. വിവരമില്ലായ്മ കൊണ്ടോ വിവരത്തിന്റെ കുറവ് കൊണ്ടോ ആരെങ്കിലും അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക തമ്പുരാനെ. അബദ്ധങ്ങൾ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ അവസരം കൊടുക്കല്ല അല്ലാഹുവേ. മനഃപൂർവ്വമെങ്കിൽ പോലും നീ തെറ്റു പുറത്തു കൊടുക്കുന്നവനാണ്. പശ്ചാത്തപിക്കുന്ന ഖൽബ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, തെറ്റു പറ്റിയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കറേ. എല്ലാവർക്കും പുറത്തു കൊടുക്കുക റഹ്മാനെ. എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. നീ ആർക്കും പുറത്തു കൊടുക്കരുതെന്ന് ഞങ്ങൾക്ക് വാശിയില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. നിന്നിൽ വിശ്വസിക്കാത്ത കുഫർ കൊണ്ട് നടക്കുന്ന എത്രയോ അവിശ്വാസികൾ ജീവിക്കുന്ന ലോകമാണല്ലാഹ്. ഞങ്ങൾ നിന്റെ നരകത്തേക്ക് കടത്തരുത് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആമന്നാ ബിക വസദ്ദഖനാ റസൂലക, നീ ഞങ്ങളുടെ ഇലാഹാണെന്നും നിന്റെ ഹബീബ് ഞങ്ങളുടെ റസൂലാണെന്നും വിശ്വസിച്ചവരാണല്ലാഹ്. ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അവിടുത്തെ സ്വഹാബിന്റെ വഴിയിലേക്ക് ചേർക്കണേ അല്ലാഹ്. അവിടുത്തെ താബിഈങ്ങളുടെ വഴിയിലേക്ക് ചേർക്കണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരും ഒരുപാട് വിഷമങ്ങളുള്ളവരാണല്ലോ, ഒരുപിടി വിഷമങ്ങളുള്ളവരാണല്ലോ. ഞങ്ങളുടെ പ്രയാസങ്ങൾ ഓരോരും ഇവിടെ എഴുതി തന്നവർ വളരെ കുറച്ചുള്ളൂ. എത്രയോ ഈ സദസ്സിലുള്ള ആളുകളും ഇത് കേൾക്കുന്നവരും മറ്റൊക്കെ മനസ്സിനുള്ളിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണോ നിന്റെ ഹദറത്തിലേക്ക് ബോധിപ്പിക്കുകയാണല്ലോ. ദുനിയാവിലും മുഖറബിയുമായി ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരണേ റഹ്മാനെ. അസുഖങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കൊച്ചു മക്കളുടെ അസുഖം ശിഫയാക്കി കൊടുക്കല്ലാ. പ്രായമുള്ളവരും വലിയവരും ചെറിയവരും ഒക്കെ ആയ ആളുകൾക്ക് അസുഖം ശിഫയാക്കി കൊടുക്കുക പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, അവരിൽ മുസ്ലിമും അമുസ്ലിമുമുണ്ട്. എല്ലാവർക്കും നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. അതിൽ അമുസ്ലിമീങ്ങൾക്ക് നീ ഹിദായത്ത് കൊടുക്കുക പടച്ചവനെ. അതിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ശിഫാഉൻ ആജിൽ നീ കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ബന്ധുക്കളും പരിചയക്കാരും ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരും ചികിത്സ കഴിഞ്ഞു കിടക്കുന്നവരും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ മലിക്കുൽ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, മാരകമായ അസുഖങ്ങൾ വരാതെ ഞങ്ങളെ കാക്ക് റബ്ബേ. ഒരു ക്യാൻസറിൻ്റെയോ മറ്റോ സിംറ്റംസ് ശരീരത്തിൽ വരാതെ കാക്കണേ അല്ലാഹ്. മാരക അസുഖങ്ങളൊന്നും നിന്റെ കണക്കിലൊന്നും മാരകമല്ലല്ലോ റബ്ബേ. എല്ലാറ്റും നിന്റെ കയ്യിൽ ശിഫയുണ്ട്. പക്ഷേ മിസ്കീന്മാരും ദഈഫീങ്ങളും ദുർബലരുമായ ഞങ്ങളുടെ കണക്കിലത് പേടിയുള്ളവയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങൾ പേടിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് നീ നിർഭയത്വം നൽകണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഉലമാഇ ഉസ്താദുമാരെ നീ കാക്കണേ തമ്പുരാനെ. വിശേഷിച്ച് സമസ്ത കേരള ജംഇഅത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ, അവർ പച്ച പാവങ്ങളാണ് റബ്ബേ.
പച്ചിറച്ചി തിന്നുന്നവരുടെ നാവിൽ നിന്ന് അവരെ കാക്കണേ തമ്പുരാനെ. ദൈവത്തിന് എമ്മീമത്ത് പറയുന്നവരുടെ നാവിൽ നിന്ന് കാക്കണേ റബ്ബേ. അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ ഇവിടെ നിലനിൽക്കാനുള്ള അവരുടെ സഹായങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. നിന്റെ ദീനിന് സേവനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗഭാഗിത്വം നൽകണം പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നല്ലവരാക്കണേ റബ്ബേ. കഴിഞ്ഞ കാലത്ത് വന്നുപോയ എല്ലാ തെറ്റുകളും പുറത്തുതാ റബ്ബേ. ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്, നിന്റെ മുഹറം മാസമാണ്. അല്ലാഹ്, ഇവിടെ അങ്ങോട്ട് നല്ലവരാകാനുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നിങ്ങളുടെ വാക്കും പ്രവൃത്തികളും ചിന്തകളും നന്നാക്കി തരണേ അല്ലാഹ്. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ. ഭാര്യമാരെ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ. സഹോദരിമാരും സഹോദരന്മാരും സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ചെറുപ്പക്കാർ, ടീനേജുകാരും അല്ലാത്തവരും, വിവാഹം കഴിച്ചവരും കഴിക്കാത്തവരും കള്ളും പെണ്ണും പിടിച്ച് നടക്കുന്നവരായി പോകാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മദ്യപാനം ഈ ഉമ്മത്തിന് മഹാവ്യാധി പോലെ പടർന്നു പിടിക്കുകയാണ്. ഈ ഉമ്മത്തിനെ കാക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങളായ മനുഷ്യന്മാരുടെ വയറ്റിലേക്ക് ഹറാമിന്റെ വെള്ളം കടന്നു പോകാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ പവിത്രമാക്കി തന്ന ശരീരം വ്യഭിചാരം കൊണ്ട് മലിനപ്പെടുത്താതെ ഈ ഉമ്മത്തിനെ കാക്കണേ റഹ്മാനെ. ഓരോരുത്തർക്കും നീ കാണുന്നുണ്ടല്ലോ എന്ന ബോധം എല്ലാ നേരത്തും നൽകണം തമ്പുരാനെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം താ റബ്ബേ. ഞങ്ങൾ ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തിലും ബഹുമാനത്തിലുമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജോലി സംബന്ധമായ മറ്റൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞവർക്ക് അല്ലാഹു ഇതിന് പകരം ഖൈറായ ഒരു ജോലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കഅബ കാണാനും നിന്റെ ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനും അല്ലാഹുവേ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാനും ഒക്കെയുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ ഖബറും നാളെ മഹ്ശറയും ഹിസാബും മീസാനും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. ആ ഘട്ടങ്ങളൊക്കെ കടന്നു കഴിഞ്ഞിട്ട് വേണം നിന്റെ സ്വർഗത്തിലേക്ക് പ്രാപിക്കാൻ. അല്ലാഹു, ഞങ്ങളെ നീ സഹായിക്ക് റബ്ബേ. നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളോടുണ്ടാകണേ അല്ലാഹ്. അവിടെ വെച്ച് നിന്നെ കാണാനും നിന്റെ റസൂലിനെ കാണാനും അംബിയായിനെ കാണാനുമുള്ള മഹാഭാഗ്യം സ്വല്ലല്ലാഹു റബ്ബി വസലാമുഹു അലൈഹിം അജ്മഈൻ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് തരണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരും ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരും ചെറുപ്പക്കാരും അല്ലാഹ് ഒരുപാട് നല്ല മനസ്സുമായിട്ടാണ് റബ്ബേ ഇവിടെ ആളുകൾ ഇരിക്കുന്നത്. നിന്റെ ദീൻ പഠിക്കാമെന്നവരാ. ഇവരുടെയൊക്കെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് സ്വർഗം തരണേ തമ്പുരാനെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.